ഓക്കെ, നമ്മൾ ചെയ്യുന്നത് 20/20 വരുന്ന രീതിയിൽ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇത് 20 മീറ്റർ ഇതില് ഈക്വൽ സ്പേസിംഗിൽ പ്രൊവൈഡ് ചെയ്യാണ്. ഓക്കെ, അല്ലെങ്കിൽ രണ്ടെണ്ണം മാറ്റി കൊടുക്കാം അല്ലെ. ഓക്കെ, ഇത് 4.5 ആയിക്കോട്ടെ. ഇത് 5 മീറ്റർ, 4.5 മീറ്റർ, 4.5 മീറ്റർ. അപ്പൊ ഇത് എത്രയായിരിക്കും? 9 + 5 14. ഇത് 6 ആയിരിക്കണം അല്ലെ. ഓക്കെ, 6 മീറ്റർ. അതുപോലെ തന്നെ സിംഗിൾ ആയിട്ട് തന്നെ ഞാൻ ഇവിടെയും കൊടുക്കുവാണ്. 6 മീറ്റർ, 4.5, 4.5 ആൻഡ് 5 മീറ്റർ. ഓക്കെ, ഈ രീതിയിൽ ആണ് ഞാൻ ഇതിന്റെ പ്ലാൻ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്ന ബീമിന്റെ ലേ ഔട്ട് ആണ്. ഓക്കെ, നമ്മൾ ആ ബിൽഡിംഗിൽ 20 മീറ്റർ ആണ് ബിൽഡിങ്ങിന്റെ 2 ഡയമെൻഷനും വരുന്നത്. അതിന്റെ അകത്ത് ഈ കറസ്പോണ്ടിങ് സ്പേസിങ്ങിലാണ് ഞാൻ ബീംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിന്റെ ലേ ഔട്ട് ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതിന്റെ പ്ലാൻ ആണ് കാണിച്ചിരിക്കുന്നത് ബീം ലേ ഔട്ടിന്റെ. അപ്പൊ ഇത് പ്രകാരം നമുക്കിത് സാപ്പിലേക്ക് വരയ്ക്കണം. അപ്പോൾ ഓൾറെഡി നമുക്ക് അറിയാം, ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സിംഗിൾ സ്റ്റോറി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫയൽ എടുത്തു, ന്യൂ മോഡൽ എടുത്തു. ന്യൂ മോഡൽ എടുത്തിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? യൂണിറ്റ് ചേഞ്ച് ചെയ്യണം. കിലോ ന്യൂട്ടൺ മീറ്റർ സെന്റിഗ്രേഡ് എന്നുള്ള യൂണിറ്റ് ആയിരിക്കണം എടുക്കേണ്ടത്. ഓക്കെ, അതേപോലെ ഇവിടെ ഗ്രിഡ് ഓൺലി ഓപ്ഷൻ ഞാൻ എടുക്കുവാണ്. പിന്നെ ഇവിടെ സ്പേസിങ്ങിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ് ആക്സിസിൽ വൈ ആക്സിസിൽ എത്ര ഗ്രിഡ് ലൈൻസ് വേണം എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അതുപോലെ ഗ്രിഡ് സ്പേസിംഗ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം നമ്പർ ഓഫ് ഗ്രിഡ് ലൈൻസ് എക്സ് ആക്സിസിൽ വൈ ആക്സിസിൽ. ഓക്കെ, അപ്പൊ ഗ്രിഡ് ലൈൻസ് എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് ആ ഒരു പ്ലാൻ പ്രകാരം നോക്കാം. അപ്പൊ ഇതാണ് എക്സ് ആക്സിസ്. ഓക്കെ, ഇത് എക്സ് ആക്സിസ് ആണ് ആൻഡ് ഇത് വൈ ആക്സിസ് ആണ്. ഓക്കെ, എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ഇപ്പൊ എക്സ് ആക്സിസിൽ എത്ര ഗ്രിഡ് ലൈൻസ് വേണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസിൽ എത്ര ഗ്രിഡ് ഉണ്ട്? 1, 2, 3, 4 ആൻഡ് 5. 5 ഗ്രിഡ് ലൈൻസ് ആണ് എക്സ് ആക്സിസിലുള്ളത്. ഓക്കെ, അതുപോലെ വൈ ആക്സിസിലും സെയിം ആയിരിക്കും, നമ്മൾ സെയിം ആണല്ലോ എടുത്തിട്ടുള്ളത്. വൈ ആക്സിസ് ഇതാണ്. അപ്പൊ അതിൽ കൗണ്ട് ചെയ്യുന്ന ഇങ്ങനെയാണ്: 1, 2, 3, 4 ആൻഡ് 5. ഓക്കെ, 5 ഗ്രിഡ് ലൈൻസ് തന്നെയാണ് വൈ ആക്സിസിലുള്ളത്. ഓക്കെ, 5 ഗ്രിഡ് ലൈൻസ്. ഓക്കെ, അപ്പം അത് രണ്ടും കൊടുക്കണം. അതിന്റെ സ്പേസിംഗ് ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. ഇവിടെ 5, 4.5, 4.5, 6 ആണ്. ഇവിടെയും അതേപോലെ തന്നെ 5, 4.5, 4.5, 6 ആണ്. ഓക്കെ, ഇനി ഞാൻ ഇത് പ്രകാരം കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഗ്രിഡ് ലൈൻസ് 2 ഡയറക്ഷനിലും 5 ആൻഡ് 5 വേണം. ഓക്കെ, അത് ഞാൻ കൊടുത്തു. ഇനി ഇസഡ് ഡയറക്ഷനിൽ എത്ര ഗ്രിഡ് ലൈൻസ് വേണം എന്നുള്ളതാണ്. ഇസഡ് ഡയറക്ഷനിൽ അപ്പം അത് നമ്മൾ നോക്കുമ്പോൾ ഇസഡ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഹൈറ്റ് വൈസ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഗ്രൗണ്ട് ഫ്ലോർ അടക്കം 5 നിലയാണ് ഞാൻ കൺസിഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോർ അടക്കം 5 നില. അപ്പം ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫൗണ്ടേഷൻ ഉണ്ടാവും 1.5 മീറ്ററിൽ. ഓക്കെ, 1.5 മീറ്ററിൽ ഫൗണ്ടേഷൻ ഉണ്ടാവും. ഇത് ഫൗണ്ടേഷന്റെ ലെവലാണ്. ഓക്കെ, ഇത് പ്ലിന്ത് ബീം ലെവല്, പ്ലിന്ത് ലെവല്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിന്റെ സ്ലാബ് ലെവല്. അപ്പം ഒന്നാമത്തെ ഗ്രൗണ്ട് ഫ്ലോർ ആയി, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ. അതായത് 1, 2, 3, 4, 5, 5 നില. താഴെ ഫൗണ്ടേഷൻ. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോർ അടക്കം 5 നില. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ,
4th ഫ്ലോർ. അപ്പൊ ഇതില് എത്ര ഗ്രിഡ് ലൈൻസ് വേണ്ടി വരും? ഒന്ന് ഇതിലേ വേണ്ടി വരും അല്ലെ? ഈ ഫൗണ്ടേഷന്റെ ലൈനിലൂടെ ഒരു ഗ്രിഡ് ലൈന് പോകണം. 1 2 3 4 5 6 7 ഗ്രിഡ് ലൈൻസ് വേണം ഇസഡ് ആക്സിസിൽ വരാനായിട്ട്. ഓക്കെ, അപ്പം എക്സ് ആക്സിസിൽ 5 എണ്ണം, വൈ ആക്സിസിൽ 5 എണ്ണം, ഇസഡ് ആക്സിസിൽ ഫൗണ്ടേഷൻ അടക്കം, ഫൗണ്ടേഷന്റെ ആ ഗ്രിഡ് അടക്കം 1 2 3 4 5 6 7 നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് പ്രകാരം കൊടുക്കുവാണ്. അപ്പം ഇസഡ് ആക്സിസിൽ എത്ര ഗ്രിഡ് ലൈൻ വേണം? 7 ഗ്രിഡ് ലൈൻസ് വേണം. അതുപോലെ ഗ്രിഡ് സ്പേസിംഗ് നമുക്കെല്ലാം കോമൺ ആയിട്ട് 5 കൊടുക്കാം. ഇപ്പോൾ വൈ ആക്സിസിലും 5 കൊടുക്കാം. ഇസഡ് ഡയറക്ഷനിൽ നമ്മളെ സ്റ്റോറി ഹൈറ്റ് 3.5 എന്ന് കൺസിഡർ ചെയ്തോളൂ. അതും ഞാൻ എല്ലാ സ്പേസിംഗും ഈക്വൽ എന്നുള്ള രീതിയിൽ കൊടുക്കുവാണ്. ഓക്കെ, അത് ഞാൻ കൊടുത്തു. ബാക്കിയുള്ള എക്സ് വൈ ഇസഡ് ഡയറക്ഷനിലെല്ലാം 0 0 0 എന്നുള്ള രീതിയിൽ തന്നെ കൊടുക്കുവാണ്. ഓക്കെ കൊടുക്കുവാണ്. ഓക്കെ കൊടുത്തപ്പോൾ നമ്മൾ ഇപ്പം കൊടുത്ത ഇൻപുട്ട് പ്രകാരമുള്ള ഗ്രിഡ് ലൈൻസ് ഇപ്പം ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളെ ഡിസ്റ്റൻസ് ഒന്ന് ഓർത്തിരിക്കണം. ഇത് 5 4.5 4.5 6. ഓക്കെ, ഇത് 5 4.5 4.5 6. ഓക്കെ, അപ്പൊ അത് പ്രകാരം നമുക്കൊന്ന് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ ഈ ഗ്രിഡ് ഇട്ടിരിക്കുന്നത് എല്ലാം ഈക്വൽ സ്പേസിംഗിലാണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് കറസ്പോണ്ടിങ് റിക്വയർഡ് ആയിട്ടുള്ള പ്ലാൻ പ്രകാരമുള്ള സ്പേസിംഗിലേക്ക് മാറ്റണം. അപ്പൊ ഞാൻ മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ എഡിറ്റ് ഗ്രിഡ് ഡാറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതി വെക്കണം അവിടെ, റൈറ്റ് ക്ലിക്ക് എഡിറ്റ് ഗ്രിഡ് ഡാറ്റ എന്ന് പറഞ്ഞു. എന്നാലേ പിന്നീട് ചെയ്യുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. അപ്പൊ എഡിറ്റ് ഗ്രിഡ് ഡാറ്റ എടുത്ത് മോഡിഫൈ ഓർ ഷോ സിസ്റ്റം. ഓക്കെ, മോഡിഫൈ ചെയ്യാൻ പോകും. ഇപ്പൊ നിലവിൽ ഒരു സിസ്റ്റം ഉണ്ട്, നമ്മൾ ആദ്യമേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്, അതിൽ മാറ്റം വരുത്താനായിട്ട് പോവാണ്. മോഡിഫൈ ഓർ ഷോ സിസ്റ്റം എടുത്തപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സ് ഗ്രിഡ് ഡാറ്റ എന്ന് പറയുന്നത് 0 5 10 15 20 എല്ലാം 5 സ്പേസിംഗിൽ നമ്മൾ കൊടുത്തത് പ്രകാരമാണ് എക്സ് ആക്സിസ് വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെയായിരുന്നല്ലോ, ആദ്യത്തെ 5, പിന്നെ 2 4.5, പിന്നെ 6, ആ രീതിയിലാണ്. അപ്പൊ ആദ്യത്തത് എ കഴിഞ്ഞിട്ട് ബിയിലേക്ക് 5, അത് കറക്റ്റ് തന്നെയാണ്. അടുത്ത ബിന്ന് സിയിലേക്ക് എത്രയാണ്? 4.5 അല്ലെ? അപ്പം 5 കഴിഞ്ഞിട്ട് 5 + 4.5 വേണം കൊടുക്കാനായിട്ട്. അപ്പൊ സി എന്ന് പറയുന്ന ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന 5 + 4.5 എന്ന് പറയുമ്പോൾ 9.5 ആണ്. അടുത്തത് 9.5 കഴിഞ്ഞിട്ട് വീണ്ടും 4.5 മീറ്റർ കഴിഞ്ഞിട്ടാണ് അടുത്തത്. അപ്പം 9.5 + 4.5 എന്ന് പറയുമ്പോൾ അത് എത്രയാ? 14 ആണ് വരിക അല്ലെ? 9.5 + 4.5 = 14. ഇനി ലാസ്റ്റ് 14 + 6 20. അപ്പൊ കറക്റ്റ് ആണ്. ഇപ്പൊ നമ്മളെ പ്ലാനിൽ പ്രകാരമുള്ള ഡയമെൻഷനിലേക്ക് ആയിട്ടുണ്ട്. ആദ്യത്തത് 5, പിന്നെ 4.5 പിന്നെ 6. അതേപോലെ വൈ ആക്സിസിൽ സെയിം തന്നെയാണ്, 0 5. ഇതും ചേഞ്ച് ചെയ്യണം, 9.5. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് റീഅറേഞ്ച് ചെയ്യാം. ആദ്യം ഈക്വൽ സ്പേസിംഗിൽ കൊടുത്തതിന് ശേഷം എഡിറ്റ് ഗ്രിഡ് ഡാറ്റ എടുത്ത് നമുക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് നമുക്ക് ഇത് റീഅറേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ 14, ഇവിടെ 20. അതുപോലെ ഇസഡ് ആക്സിസിൽ നോക്കുമ്പോൾ ഹൈറ്റ് വൈസ് നോക്കുമ്പോൾ ഫസ്റ്റ് ഫൗണ്ടേഷൻ വരുന്നുണ്ട് അല്ലെ? ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഏകദേശം 1 മീറ്റർ അല്ലെങ്കിൽ 1.5 മീറ്റർ ഹൈറ്റിൽ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റത്തെ 3.5 അല്ല വരുന്നത്, 1.5ലാണ്. ഓക്കെ, 1.5 കഴിഞ്ഞ് അടുത്ത ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3.5 ആണ്. അപ്പൊ 1.5 + 3.5 ദാറ്റ് ഈസ് ഇവിടെ 7ന് പകരം 5 ആയിരിക്കും. അടുത്ത 5 + 3.5 ഓക്കെ, ദാറ്റ് ഈസ് 8.5 ആയിരിക്കും. അടുത്ത ഇതിലേക്ക് 8.5 + 3.5 ദാറ്റ് ഈസ് 12 ആയിരിക്കും. അടുത്തത് +3.5 ദാറ്റ് ഈസ് 15.5 ആയിരിക്കും. നെക്സ്റ്റ് 15.5 + 3.5 ദാറ്റ് ഈസ് 19 ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മുടെ ഹൈറ്റ് വൈസ് ഉള്ള ഗ്രിഡിന്റെ ലൊക്കേഷൻസ് എല്ലാം വരേണ്ടത്. അപ്പൊ ഞാനിത് ഓക്കെ കൊടുക്കുവാണ്. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ഓക്കെ കൊടുക്കുക, ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തത് പ്രകാരമുള്ളതായി. ഇവിടെ 5 മീറ്റർ, ഇത് 2 4.5 മീറ്റർ, ഇത് 6 മീറ്റർ. അതേപോലെ ഈ ഒരു ഭാഗം 5 മീറ്റർ, ഇത് 4.5 4.5 6 എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന പ്രകാരമായിട്ട് വരും. അതുപോലെ നമ്മളെ ആക്സിസ് ഇവിടെ മാറ്റാലോ, നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ 3D വ്യൂ ആണെങ്കിൽ XY വ്യൂ ആണെങ്കിൽ ഒക്കെ ഉണ്ട്. അപ്പൊ XZ വ്യൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം ഏറ്റവും ബോട്ടത്തുനിന്ന് 1.5 മീറ്റർ, ബാക്കിയുള്ളതൊക്കെ 3.5 മീറ്റർ. അപ്പൊ ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ ആൻഡ് ഫോർത്ത് ഫ്ലോർ, മൊത്തം ഗ്രൗണ്ട് ഫ്ലോർ അടക്കം 5 നിലകളാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഗ്രിഡ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഗ്രിഡ് ഇട്ടതിന്റെ അകത്ത് കൂടെ നമ്മൾ വരയ്ക്കണം അല്ലെ. നെക്സ്റ്റ് ഇത് മോഡൽ ചെയ്യാന്നുള്ളതാണ്. അതായത് ഗ്രിഡ് പ്രൊവൈഡ് ചെയ്തു, അതായത് ഇതിന്റെ അകത്ത് കൂടെ നമ്മളെ ഈ ഒരു ബീം ആൻഡ് കോളംസ് ആൻഡ് സ്ലാബ്സ് എല്ലാം വരയ്ക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വരയ്ക്കേണ്ടത് എങ്ങനെയാന്നുള്ളത് അറിയാം. ഒന്നും കൂടെ പറയാം, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ XY വ്യൂ എടുക്കുകയാണ് ഞാനിവിടെ. XY വ്യൂ എടുക്കുകയാണ്. XY വ്യൂ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം XY വ്യൂ. ഇത് Z=0 എന്ന് പറയുന്ന ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള XY പ്ലെയിനിലെ വ്യൂ ആണ്. അപ്പൊ Z=0 എന്ന് പറയുമ്പോൾ ഏറ്റവും ബോട്ടം ഫൗണ്ടേഷൻ ലെവൽ. ഓക്കെ, അത് നമുക്ക് ചേഞ്ച് ചെയ്യാലോ. ഈ ആരോ മാർക്ക് മുകളിലേക്ക് അടിക്കുമ്പോൾ ഇത് 1.5 ആയി ഇവിടെ മാറിയിട്ടുണ്ട്. വീണ്ടും ചേഞ്ച് ചെയ്യുമ്പോൾ അത് 5, 8.5, 12, 15.5, 19. അപ്പോൾ നമ്മളെ ഹൈറ്റുകളെല്ലാം അവിടെ കാണാം, ഓരോ ഫ്ലോറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാണാം. അപ്പൊ ഞാൻ ഇവിടെ ഫസ്റ്റ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിന്റെ സ്ലാബ് തൊട്ട് താഴോട്ടുള്ള ഭാഗം വരയ്ക്കുവാണ്. ഗ്രൗണ്ട് ഫ്ലോർ മൊത്തത്തിൽ വരയ്ക്കുവാണ്. എന്നിട്ട് അത് മുകളിലേക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഹൈറ്റ് വരുന്നത് Z=5 ഓക്കെ, Z=5 ഗ്രൗണ്ട് ഫ്ലോറിന്റെ സ്ലാബ് ലെവൽ വരുന്നത്. അപ്പൊ അതിൽ വരുന്ന ബീംസും സ്ലാബ്സും ഞാൻ ഫസ്റ്റ് വരച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം വരച്ച്, ബാക്കിയൊക്കെ സെയിം ഹൈറ്റ് ആണല്ലോ 3.5 മുകളിലേക്ക്. എന്നിട്ട് ഞാൻ അത് അങ്ങോട്ട് കോപ്പി ചെയ്യാണ്, അതായത് റെപ്ലിക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ വരയ്ക്കാൻ പല രീതികൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അതായത് ഒന്നെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ഡ്രോ ഫ്രെയിം ഓർ കേബിൾ എലമെന്റ് വെച്ചിട്ട് വരച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അത് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് അങ്ങനെ വരച്ച് പോവാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ട് താഴെ തന്നെ ക്യൂബ് ഡ്രോ ഫ്രെയിം ഓർ കേബിൾ എലമെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് സെലക്റ്റഡ് ആയിട്ട് വരും. ഓക്കെ, അപ്പം നമ്മുടെ എല്ലാ ബീമും നമുക്ക് ആ Z=5 എന്ന് പറയുന്ന ഹൈറ്റിലുള്ള എല്ലാ ബീമുകളും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓരോന്ന് ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് യെല്ലോ കളറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതെല്ലാം ആ കറസ്പോണ്ടിങ് ഫ്ലോറിലെ എല്ലാ ബീമും ഞാൻ വരച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ XY എന്ന് പറയുന്നത് നമുക്കൊന്ന് ഒഴിവാക്കാം വ്യൂ എന്ന് അല്ലെ. ഞാൻ ജസ്റ്റ് അതൊന്ന് ഷോ ആക്സിസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുമ്പോൾ അതങ്ങ് പോകും. ഓക്കെ, നമ്മൾ ബീമൊക്കെ ചെയ്യുമ്പോൾ നമ്മളത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ബീം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി കോളം, ഈ ഒരു ഫ്ലോറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളംസും കൂടെ ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ വ്യൂ ഒന്ന് മാറ്റണം. XY വ്യൂ ആയിരുന്നത്, അത് XZ വ്യൂ ആക്കുമ്പോൾ നമുക്ക് ഹൈറ്റ് വൈസ് കാണാം. അതിൽ ഞാൻ ഈ കറസ്പോണ്ടിങ് കോളം ഞാൻ സെലക്ട് ചെയ്യാണ്. ഓക്കെ, കറസ്പോണ്ടിങ് സെലക്ട് ചെയ്തു. ഇതിപ്പം Y=20 എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, നമ്മളിവിടെ ഈ ഒരു സ്ഥലത്താണുള്ളത്. ആ ബ്ലൂ കളറിൽ 3D കാണാം. ഓക്കെ, അതിനി എന്ത് ചെയ്യണം, ഓരോന്നിലും നമ്മൾ വരച്ചു കൊണ്ടുവരണം. നെക്സ്റ്റ് ഞാൻ Y=0, അതായത് ഇപ്പുറത്തെ സൈഡിലായി അതിന്റെ കറസ്പോണ്ടിങ് കോളം ഞാൻ വരയ്ക്കുകയാണ്. കറസ്പോണ്ടിങ് കോളം ഞാൻ വരയ്ക്കുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് കറസ്പോണ്ടിങ്, അതായത് Y=5 കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ വരയ്ക്കുകയാണ്. നെക്സ്റ്റ് Y=9.5 കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ കോളം വരയ്ക്കുകയാണ്. നെക്സ്റ്റ് Y=14. നെക്സ്റ്റ് Y=20. അത് നമ്മൾ ആദ്യമേ ഓൾറെഡി വരച്ചു. ഇനി അടുത്ത വ്യൂവിൽ ഒന്നും കൂടി എടുത്തു നോക്കാം. YZ ഏതെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യാം. YZ എടുക്കുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ YZ X=20 ഉണ്ട്, എല്ലാ കോളംസും വന്നിട്ടുണ്ട്. അടുത്തതിൽ വന്നിട്ടുണ്ട്, അടുത്ത X=5 ഉണ്ട്, 9.5 ഉണ്ട്, 14 ഉണ്ട്, 20 ഉണ്ട്. അപ്പം എല്ലാത്തിലും അത് വന്നിട്ടുണ്ട്, കോളം വന്നിട്ടുണ്ട്, ഒന്നിലും വരാത്തതായിട്ടില്ല. അപ്പം കോളം വരച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ സ്ലാബ് വരയ്ക്കാം. സ്ലാബ് വരയ്ക്കാനായിട്ട് വീണ്ടും ഞാൻ XY വ്യൂവിലേക്ക് വരുവാണ്. XY വ്യൂവിലേക്ക് വന്നു.
സ്ലാബ് വരയ്ക്കാൻ ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ, ഡ്രോ പോളി ഏരിയ. ഓക്കെ, അതായത് പോളിഗണൽ ഏരിയ എങ്ങനെയുള്ളതാണെങ്കിലും നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഏത് പോളിഗണും ആയിക്കോട്ടെ നമുക്ക് അതിലൂടെ സ്ലാബ് വരയ്ക്കാൻ പറ്റും. റെക്ടാംഗുലർ എലമെന്റ് ആണെങ്കിൽ, ഏരിയ എലമെന്റ് ആണെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് വരയ്ക്കാം. ഇനി അതല്ല ക്യൂബ് ഡ്രോ ഏരിയ എലമെന്റ് ആണെങ്കിൽ ഏത് ഷേപ്പിന്റെ അകത്തും ഇത് കൊണ്ടുപോയി ജസ്റ്റ് ഇതിൽ സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ലാബ് കംപ്ലീറ്റ് ആയിട്ട് അതിൽ വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാൻ ഒന്ന് ഡ്രോ റെക്ടാംഗുലർ എലമെന്റ് വെച്ച് വരയ്ക്കുന്നത് ആദ്യം കാണിക്കാം. അപ്പോൾ ഡ്രോ റെക്ടാംഗുലർ എലമെന്റ് എടുത്തു, നമ്മൾ ഒരു കോർണർ പോയിന്റ് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തു, അതായത് മൗസിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടാണ് ആ പോയിന്റ് സെലക്ട് ചെയ്തത്. അതിനുശേഷം ഞാൻ മൗസ് ഇങ്ങനെ ജസ്റ്റ് മൂവ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. മൂവ് ചെയ്തിട്ട് നെക്സ്റ്റ് കോർണറിൽ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഒരു സ്ലാബ് അവിടെ വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് റെഡ് കളറിൽ അവിടെ ആ സ്ലാബ് വന്നത് കാണാനായിട്ട് പറ്റും. ഇനി ഞാൻ അടുത്ത ടൂൾ, അതായത് ക്യൂബ് ഡ്രോ ഏരിയ എലമെന്റ്. നമ്മൾ നേരത്തെ ബീം കോളവും വരച്ചപ്പം ക്യൂബ് ഡ്രോ ഫ്രെയിം എലമെന്റ് ആണ്. അപ്പോൾ സ്ലാബ് എന്ന് പറയുന്നത് ഏരിയ എലമെന്റ് ആണ്, ഫ്രെയിം ബീം അതുപോലെ കോളം എന്നൊക്കെ പറയുന്ന ഫ്രെയിം എലമെന്റ് ആണ്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഏരിയ എലമെന്റ് വരയ്ക്കാൻ ഇവിടെ താഴെയാണ് ഓപ്ഷൻ ഉള്ളത്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്യൂബ് ഡ്രോ ആണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓരോ ഏരിയന്റെ സ്പേസിൽ കൊണ്ടുപോയി ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ അത് കറസ്പോണ്ടിങ് അത് സെലക്റ്റഡ് ആയിട്ട് വരും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അവിടെ എല്ലാം സ്ലാബ് വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ എല്ലാ സ്ലാബുകളും ഇവിടെ വരച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ ബീം വരച്ചു, സ്ലാബ് വരച്ചു, അതുപോലെ കോളവും ഞാനിവിടെ വരച്ചു. അതായത് ജസ്റ്റ് വേറെ പ്രോപ്പർട്ടീസ് ഒന്നും ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല, ജസ്റ്റ് വരയ്ക്കുക മാത്രമേ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഒരു സ്റ്റോറിയുടെ, അതായത് ഗ്രൗണ്ട് ഫ്ലോറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഇവിടെ വരച്ചു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, ഇത് എല്ലാ ഫ്ലോറിലും, അതായത് 5 നിലയ്ക്കും ഇത് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. ഫൗണ്ടേഷന്റെ കോളത്തിന്റെ ഭാഗവും കൂടെ നമുക്ക് വരയ്ക്കാനായിട്ടുണ്ട്. അപ്പൊ ഇത് മറ്റുള്ള നിലകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമുക്ക് സെലക്ട് ചെയ്യണം. ഇത് മൊത്തത്തിൽ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ, ഇതിപ്പോ ഒരൊറ്റൊന്ന് മാത്രമല്ലേ ഉള്ളൂ, അപ്പൊ 3D വ്യൂ എടുത്തിട്ട് നമുക്ക് മൊത്തത്തിൽ സെലക്ട് ചെയ്താൽ ഇതെല്ലാം സെലക്ട് ആവും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ പല രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ ഇതിലൊരു സെലക്ഷൻ ഇങ്ങനെ മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മൊത്തം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള എല്ലാ ബീമും കോളവും സ്ലാബ് ഒക്കെ സെലക്റ്റഡ് ആവും. അപ്പൊ നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് XYയിൽ എടുക്കുമ്പോൾ സ്ലാബ് ആൻഡ് ബീം ഇവിടെ സെലക്റ്റഡ് ആണ്. XZ എടുത്തിട്ട് മൂവ് ചെയ്ത് നോക്കുമ്പോൾ എല്ലാ കോളംസും ബീമും സെലക്റ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒന്നും മിസ്സായിട്ടില്ല. ഓക്കെ, YZ വ്യൂവിലും എല്ലാം സെലക്റ്റഡ് ആണ്. ഇനി എന്ത് ചെയ്താൽ മതി, ഈ സെലക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് മുകളിലത്തെ നിലകളിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ആണ് റെപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഓക്കെ, റെപ്ലിക്കേറ്റ്. അപ്പൊ അത് എഡിറ്റിലാണുള്ളത്. എഡിറ്റ് എടുക്കുക. എഡിറ്റിൽ എടുക്കുമ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് വേണം എഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. സെലക്ട് ചെയ്ത് എഡിറ്റ് എടുത്ത് അതിൽ റെപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, റെപ്ലിക്കേറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. റെപ്ലിക്കേറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഏത് ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് മൂവ് ചെയ്യിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഏത് ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ്, Z ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് അല്ലെ, ഹൈറ്റ് വൈസ് അല്ലേ നമുക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പം Z ഡയറക്ഷൻ DZ എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പൊ മുകളിലേക്ക് ഹൈറ്റ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത് എങ്ങനെയാ, എല്ലാം 3.5 അല്ലേ, സെയിം അല്ലേ 3.5. അപ്പം മുകളിലേക്കാണ് നമുക്ക് മൂവ് ചെയ്യിക്കേണ്ടതെങ്കിൽ നമുക്ക് ഇവിടെ 3.5 എന്നുള്ള വാല്യൂ കൊടുക്കാം. ഇനി താഴോട്ടാണ്, നമ്മളിപ്പോ ആദ്യം ഏറ്റവും ടോപ്പിലെ വരച്ചിട്ട് താഴോട്ടേക്കാണ് കൊണ്ടുപോകേണ്ടതെങ്കിൽ -3.5 കൊടുക്കാം. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. മുകളിലേക്കാണ് നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകേണ്ടെങ്കിൽ അത് പ്ലസിൽ കൊടുക്കണം. താഴോട്ടാണ് മൂവ് ചെയ്ത് കൊണ്ടുപോകേണ്ടതെങ്കിൽ നമ്മൾ അതിൽ മൈനസിൽ കൊടുക്കണം. ഇപ്പൊ മേലോട്ടാണ് നമുക്ക് പോകേണ്ടത്, അതുകൊണ്ട് ഞാൻ പ്ലസിൽ കൊടുക്കുവാണ് 3.5. ഇനി നമ്പർ ഓഫ് ഇൻക്രിമെന്റ് ഡാറ്റ, എത്ര 3.5 മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പം നമുക്ക് ഇനി 4 നിലയും കൂടി, ഒരു നിലയാ സെറ്റ് ആയിട്ടുള്ളത് അല്ലെ. ഇനി അടുത്ത ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ ആൻഡ് ഫോർത്ത് ഫ്ലോറും കൂടെ സെറ്റ് ആവണം. അപ്പൊ 4 ഇൻക്രിമെന്റ്സ് വേണം അല്ലെ. ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോർ സെറ്റ് ആണ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് 4 കൂടി എന്ത് ചെയ്യണം, മുകളിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇൻക്രിമെന്റ് ഡാറ്റ 4 കൊടുക്കാം. അതായത് Z ഡയറക്ഷനിലാണ് എനിക്ക് മൂവ് ചെയ്യേണ്ടത്. മൂവ് ചെയ്യേണ്ട ഡിസ്റ്റൻസ് 3.5 ആണ്, അതായത് മുകളിലേക്കാണ്. പ്ലസിൽ കൊടുത്തു കഴിഞ്ഞാൽ മുകളിലേക്കാണ്. എത്ര പ്രാവശ്യം 3.5 മുകളിലേക്ക് പോകണം, 4 പ്രാവശ്യം. അതാണ് ഇൻക്രിമെന്റ് ഡാറ്റ. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള ഗ്രൗണ്ട് ഫ്ലോറിൽ അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഡിലീറ്റ് ഒറിജിനൽ ഒബ്ജക്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള ഫ്ലോറുകളിൽ ഇത് നമ്മൾ വരച്ചത് വരും, എന്നാൽ ആദ്യം വരച്ചത് ഒഴിവായി പോവുകയും ചെയ്യും. ഇവിടെ ഡിലീറ്റ് ഒറിജിനൽ ഒബ്ജക്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ കൊടുക്കണ്ട. ഇപ്പം ഇത് ഓക്കെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം
ഇത് ബാക്കിയുള്ള നിലകളിലേക്കൊക്കെ നമ്മൾ വരച്ചിരിക്കുന്നത് വന്നു റെപ്ലിക്കേറ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ കോപ്പി ആയിട്ടുണ്ട്. ജസ്റ്റ് XY വ്യൂ എടുത്തിട്ട് ഒന്ന് ഹൈറ്റ് ഒന്ന് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ Z 8.5 വന്നു, Z 12 വന്നു, 15.5 വന്നു, 19 വന്നു. അതായത് എല്ലാ ഹൈറ്റിലും കറസ്പോണ്ടിങ് ആയിട്ട് വന്നു. ഓക്കെ, താഴത്തെ ഫ്ലോറിൽ നമുക്കില്ല, അത് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇത് ഫൗണ്ടേഷൻ ആണ്, അതിലൊന്നും നമുക്ക് വരയ്ക്കാനില്ല. അതുപോലെ തന്നെ പ്ലിന്ത് ലെവലിലും നമുക്ക് ബീം വരയ്ക്കാനുണ്ട്, എന്നാൽ സ്ലാബ് അവിടെ വരുന്നില്ല, പ്ലിന്ത് ലെവലിൽ വരുന്നില്ല. ഓക്കെ, അപ്പം ബാക്കിയുള്ളത് എല്ലാം ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. XZ പ്ലെയിനിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും വന്നിട്ടുണ്ട്, നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്തതൊക്കെ വന്നിട്ടുണ്ട്. YZ-ലും അത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെൻഡിങ് ഉള്ളത് താഴത്തെ വരയ്ക്കണം അല്ലെ, താഴെയുള്ള ഈ ഫൗണ്ടേഷന്റെ ഭാഗം കൂടി ചേർത്ത് വരയ്ക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ഒരു ബീം പോർഷനും കൂടെ വരാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വീണ്ടും ക്വിക്ക് ഡ്രോ ഫ്രെയിം അല്ലെങ്കിൽ കേബിൾ എലമെന്റ് എടുത്തു. ജസ്റ്റ് ആ ഫൗണ്ടേഷന്റെ ഭാഗം കൂടി ഇവിടെ വരച്ചങ്ങ് പോവാണ്. അതായത് ആ ഗ്രൗണ്ട് ലെവലിന് താഴോട്ടുള്ള ആ കോളത്തിന്റെ ഭാഗം, ഓക്കെ, ഫൗണ്ടേഷനിലേക്ക് പോകുന്ന ഭാഗം, അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ വരച്ചു. ഓക്കെ, എല്ലാം വന്നിട്ടുണ്ട് അല്ലേ, എല്ലാ ആക്സസിനും കറസ്പോണ്ടിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ താഴത്തേൽ ആ പ്ലിന്ത് ബീമും കൂടി നമുക്ക് ആഡ് ആക്കാനുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ XY വ്യൂ എടുക്കുകയാണ്. XY വ്യൂ എടുത്ത് Z ഈസ് ഈക്വൽ ടു 5, അതായത് നമ്മൾ വരച്ചിരിക്കുന്ന Z ഈസ് ഈക്വൽ ടു 5 എന്ന് പറയുന്ന ഗ്രൗണ്ട് ഫ്ലോറിന്റെ ആ ലെവലിലുള്ള ബീമുകളൊക്കെ ഞാൻ ഒന്നുകൂടെ സെലക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് സ്ലാബ് നമുക്ക് ജസ്റ്റ് സ്ലാബിന്റെ അകത്ത് ക്ലിക്ക് ചെയ്തിട്ട് സ്ലാബ് ഒഴിവാക്കാം, ബീം മാത്രം സെലക്ട് ചെയ്താൽ മതി. സ്ലാബ് താഴത്തേക്ക് പോകുന്നില്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ട് ചെയ്തിട്ടുള്ള സ്ലാബ് ഡീസെലക്ട് ആവും. ഓക്കെ, ഇപ്പം ബീം മാത്രമേ ഉള്ളൂ. ഇനി അത് നമുക്ക് എന്ത് ചെയ്യണം, പ്ലിന്ത് ബീമിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിൽ എഡിറ്റ്, അതിൽ റെപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ, നമ്മൾ നേരത്തെ മുകളിലേക്കാണ് കൊണ്ടുപോയത്, താഴോട്ടാണ് കൊണ്ടുപോകുന്നത്. ഹൈറ്റ് 3.5 തന്നെയാണ്, എന്നാൽ അത് മൈനസിൽ കൊടുക്കണം താഴോട്ട് കൊണ്ടുകൊണ്ട്. ഇൻക്രിമെന്റ് ഡാറ്റ 1 മതി, ഒറ്റ പ്രാവശ്യം 3.5 താഴോട്ട് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിത് 1 കൊടുക്കുവാണ്. ഇനി ഓക്കെ കൊടുക്കുവാണ്. ഓക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ XY വ്യൂ എടുത്തു കഴിഞ്ഞാൽ കാണാം Z ഈസ് ഈക്വൽ ടു 1.5 വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. കണ്ടോ, Z ഈസ് ഈക്വൽ ടു 1.5 നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള ആ ബീംസ് വന്നിട്ടുണ്ട്. ഓക്കെ, Z ഈസ് ഈക്വൽ ടു 0 ആണ്, അതിൽ നമ്മളൊന്നും വരയ്ക്കേണ്ടതായിട്ടില്ല, അതിൽ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അതുപോലെ XZ വ്യൂ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബീം ഇവിടെ വന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ബീം എല്ലാത്തിലും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ 3D മോഡലിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗ്രിഡിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് നമ്മൾ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു നമുക്ക്, ആ പ്ലാൻ പ്രകാരം ഗ്രിഡ് നമ്മൾ ഇട്ടിട്ട് ആ ഗ്രിഡിലൂടെ വരയ്ക്കേണ്ടതായിട്ടുള്ള ബീം ഫ്രെയിംസ് ആൻഡ് സ്ലാബ്സ് നമ്മൾ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, നമ്മൾ വരച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ ഇതിന്റെ അകത്തേക്ക് സെക്ഷൻ പ്രോപ്പർട്ടീസ് കൊടുക്കണം. ഓക്കെ, അതായത് ഏത് സൈസിലുള്ള ബീമുകൾ വേണം, ഏത് സൈസിലുള്ള കോളം വേണം ഓരോ സ്റ്റോറിയിലും, അതുപോലെ സ്ലാബിന്റെ തിക്നെസ് എത്ര വേണം എന്നുള്ളതൊക്കെ നമ്മൾ ഇതിലേക്ക് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ബീം, കോളം, സ്ലാബ് ഒക്കെ ഏത് മെറ്റീരിയൽ ആണ്, അതിലുള്ള റീഇൻഫോഴ്സ്മെന്റ് ഏത് മെറ്റീരിയൽ ആയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ മോഡലിംഗ് കംപ്ലീറ്റ് ചെയ്തു. മോഡലിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് അതിൻ്റെ അകത്ത് ഏതൊക്കെ മെറ്റീരിയൽസ് വേണം എന്നുള്ളത് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. സെക്ഷൻ പ്രോപ്പർട്ടീസ് ഡിസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിനു മുമ്പ് ഞാനൊന്ന് ഇതിൽ ഡിസൈൻ കോഡ് ആസ് പെർ IS 456 സെറ്റ് ചെയ്യാണ്. അപ്പൊ ഇതിൽ ഡിസൈൻ, ഇവിടെ ഡിസൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ, ആ മെനു ബാറിൽ ഡിസൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ കോൺക്രീറ്റ് ഫ്രെയിം ഡിസൈൻ, അതിൽ വ്യൂ ഓർ റിവൈസ് പ്രിഫറൻസസ്, ഡിസൈനിൽ കോൺക്രീറ്റ് ഫ്രെയിം ഡിസൈൻ, അതിൽ വ്യൂ ഓർ റിവൈസ് പ്രിഫറൻസസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുമ്പോൾ അതിൽ നമുക്ക് ഡിസൈൻ കോഡ് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഇവിടെ അതിന്റെ മുകളിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, അതായത് IS 456-2000 ഞാൻ സെലക്ട് ചെയ്യാണ്, ഓക്കെ കൊടുക്കുവാണ്. അപ്പോൾ ആ ഒരു കോഡ് പ്രകാരമായിരിക്കും നമ്മുടെ ഡിസൈൻ ഇനി വരുന്നത്. അപ്പൊ അത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോ മെറ്റീരിയൽസ് അതുപോലെ സെക്ഷൻ പ്രോപ്പർട്ടീസ് എല്ലാം ഡിഫൈൻ ചെയ്യണം. അപ്പൊ ആദ്യം ഡിഫൈൻ എടുത്തു, മെറ്റീരിയൽസ് എടുത്തു. മെറ്റീരിയൽസിൽ നമ്മൾ ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആഡ് ന്യൂ മെറ്റീരിയൽ കൊടുക്കുകയാണ്. അപ്പൊ മെറ്റീരിയൽ ഞാൻ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കോൺക്രീറ്റ് ആണ്. ഓക്കെ, കോൺക്രീറ്റ് മെറ്റീരിയൽ ടൈപ്പ് വേണമെങ്കിൽ ഇത് M20 കോൺക്രീറ്റ് ആയിക്കോട്ടെ. ഓക്കെ, M20 കോൺക്രീറ്റ്. ഓക്കെ, ഇതിൽ മെറ്റീരിയൽ ടൈപ്പ് ഞാൻ കോൺക്രീറ്റ് എന്നാക്കി കൊടുക്കുവാണ്. അപ്പോൾ ഇതിൽ യൂണിറ്റ് വെയിറ്റ് ചോദിക്കുന്നുണ്ട്, വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് കോൺക്രീറ്റിന്റെ kN/m³ അല്ലെ, അതായത് ഡെൻസിറ്റി ആണ്. അപ്പം എത്രയാണ് കോൺക്രീറ്റിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്? 25 kN/m³ ആണ് RCCന്റെ. അപ്പോൾ യൂണിറ്റ് kN/m ആയതുകൊണ്ട് നമ്മൾ യൂണിറ്റ് ഇവിടെ അത് തന്നെയാണ്. അപ്പോൾ 25 എന്നുള്ള ഡയറക്റ്റ് കൊടുത്താൽ മതി. ഇനി അടുത്ത മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ്. ഈ വാല്യൂസ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അല്ലെ. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്തായിരുന്നു കോൺക്രീറ്റിന്റെ? 5000 √FCK എന്നുള്ളതാണ്, നിങ്ങൾ TCS പഠിച്ചിട്ടുണ്ടാവും. 5000 √FCK. അപ്പം 5000 √FCK എന്ന് പറയുമ്പോൾ FCK വാല്യൂ നമ്മളിപ്പോൾ 20 ആണ് കൊടുത്തിരിക്കുന്നത്. 20 Nm/mm² ആണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? അതിനനുസരിച്ചിട്ട് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. 5000 √FCK. ഓക്കെ, 5000 √FCK എന്ന് പറയുമ്പോൾ FCK 20 Nm/mm²ലാണ്, നമുക്ക് kN/m²ലാണ് വേണ്ടത്. അപ്പം Nm/mm²നെ kN/m²ലാക്കാൻ എന്ത് ചെയ്താൽ മതി? × 1000 ചെയ്താൽ മതി അല്ലെ. അപ്പം ഇവിടെ 20 ആണെങ്കിൽ 20,000 kN/m² ആണ്. അപ്പൊ 5000 √FCK എന്ന് പറയുമ്പോൾ റൂട്ടിന്റെ അകത്ത് ഓക്കെ 5000 √FCK ആണ് യങ്സ് മോഡുലസ് E. ഓക്കെ, യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് 5000 √FCK ആണ്. FCK നമ്മൾ 20 ആ കൊടുത്തത് അല്ലെ. FCK is equal to 20 Nm/mm² ആണ്. അപ്പൊ ഇതിനെ kN/m² ആക്കണം. kN/m² ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം 20നെ kN ആക്കാൻ × 10⁻³ per mm². അപ്പൊ ഡിവൈഡഡ് ബൈല് മില്ലിമീറ്ററിനെ മീറ്ററിലാക്കാൻ 10⁻³ mm² ആണ്. അപ്പൊ m² ആക്കണമെങ്കിൽ ഒരു 10⁻³ വെച്ചിട്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇതെങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? 20 × 10⁻³ ഇത് മുകളിലേക്ക് വരുമ്പോൾ × 10⁻⁶ എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 20 × 10⁻³ എന്നുള്ള രീതിയിൽ എഴുതാം. ദാറ്റ് ഈസ് 20,000 kN/m² എന്നുള്ള രീതിയിൽ എഴുതാം FCK. ഓക്കെ, അപ്പോൾ 5000 √FCKന്റെ സ്ഥാനത്ത് √20,000 നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ √20,000 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 141 ആയിരിക്കും. 141.42. ദാറ്റ് വാല്യൂ ഇൻറ്റു 5000 ചെയ്യാം. ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 5000 √FCK 707,106.78 എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്.
ആ വാല്യൂ നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ വാല്യൂ ഞാൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുവാണ്. 707.106.7812. ഇനി പോയിസോൺസ് റേഷ്യോ ഓഫ് കോൺക്രീറ്റ് നമുക്ക് ഏകദേശം 0.25 ഒക്കെ നമുക്ക് അസ്യൂം ചെയ്ത് കൊടുക്കാം അല്ലേ. ഏകദേശം ആ ഒരു വാല്യൂ ആയിരിക്കും വരുന്നത്. 0.25, 0.3 ആയാലും കുഴപ്പമില്ല, 0.25 എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഒന്ന് എത്രയാ വാല്യൂ വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ആ ഒരു റേഞ്ച് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പോയിസോൺസ് റേഷ്യോ ഓഫ് കോൺക്രീറ്റ് എത്രയാ വരുന്നത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. പോയിസോൺസ് റേഷ്യോ ഓഫ് കോൺക്രീറ്റ് ഏകദേശം 0.2 കൊടുക്കാം. 0.2 തൊട്ട് നാലോട്ട് കൊടുക്കാം. ഏകദേശം റേഞ്ച് ഓക്കെ 0.2 ആക്കാം. ഓക്കെ 0.2 ആക്കാം. അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷനും IS 456-2000 പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ വാല്യൂ ആണെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ വാല്യൂ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാറ് നോർമലി ബസാൾട്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റർ. അപ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കൊടുക്കാം. ഏകദേശം 0.95 × 10⁵5 അല്ലെങ്കിൽ 0.8 × 10⁻⁻5 എന്നുള്ള രീതിയിൽ കൊടുക്കാം. 0.8 × 10⁻⁻5. ഓക്കെ, ആ രീതിയിൽ ഞാൻ കൊടുക്കുവാണ്. 0.8 ഇവിടെ 0.8 എന്ന് കൊടുത്താൽ മാത്രം മതി. E ഇൻറ്റു അല്ലെങ്കിൽ E മൈനസ് 0.5 എന്ന് പറയുമ്പോൾ ഇൻറ്റു 10⁻⁻5 തന്നെയാണ്. ഓക്കെ, മോഡുലസ് ഓഫ് ഷിയർ മോഡുലസ് ഓട്ടോമാറ്റിക്കലി എടുത്തോളും. ഇനി അടുത്ത സ്പെസിഫൈഡ് കോൺക്രീറ്റ് കംപ്രസീവ് സ്ട്രെങ്ത്, കോൺക്രീറ്റിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് FCK വാല്യൂ ദാറ്റ് ഈസ് 20 ആണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് 20,000 kN/m². അപ്പോൾ കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കോൺക്രീറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ അവിടെ ഡിഫൈൻഡ് ആയി. ഇനി നമുക്ക് ഇവിടെ ആഡ് ചെയ്യേണ്ടത് സ്റ്റീലാണ്, അതായത് റീബാർസ് ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മെറ്റീരിയൽ നെയിം റീബാർ എന്ന് പറഞ്ഞു കൊടുക്കുവാണ്. റീഇൻഫോഴ്സ്മെന്റ് ബാർ. മെറ്റീരിയൽ ടൈപ്പ് റീബാർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ഉണ്ട്, അത് കൊടുക്കുവാണ്. ഇനി വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം, സ്റ്റീലിന്റെ വെയിറ്റ് അതായത് ഡെൻസിറ്റി ചോദിക്കുകയാണ്. അപ്പം നമുക്കറിയാം 1 m³ സ്റ്റീലിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 7850 കിലോഗ്രാം ആണ് അല്ലെ. 1 m³ വെയിറ്റ് 7850. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം കിലോഗ്രാം ആണെങ്കിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? നമുക്കത് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ 7850 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, അപ്പം കിലോഗ്രാമിന് നമുക്ക് ന്യൂട്രൽ ആക്കണം എന്നുണ്ടെങ്കിൽ 7850 × 9.81 ചെയ്ത് കഴിഞ്ഞാൽ ഇത് ന്യൂട്ടണിലായി. ഓക്കെ, ന്യൂട്ടനെ നമുക്ക് കിലോ ന്യൂട്ടൺ ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ 1000 ചെയ്യണം. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ വാല്യൂ. 7850 × 9.81 ഡിവൈഡഡ് ബൈ 1000. ദാറ്റ് ഈസ് 77 kN/m³ ആണ്. ഓക്കെ, 77. ഓക്കെ, നമുക്കിവിടെ ഉള്ള വാല്യൂ ഓൾമോസ്റ്റ് അത് തന്നെയാണ്. 76.97 തന്നെയാണ്, 77 തന്നെയാണ്. 77 എന്നുള്ള രീതി ഞാൻ കൊടുത്തു. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി സ്റ്റീലിൻ്റെത് 2 × 10⁻5 Nm/mm² ആണ്. അപ്പോൾ kN/m² ആക്കുമ്പോൾ × 10⁻³ ചെയ്യുക, അതായത് 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 2 × 10⁻8 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അതിവിടെ 1.999 എന്ന് പറഞ്ഞ ഓൾറെഡി ഉണ്ട്, അത് തന്നെയാണ്.
2 × 10⁸ 1.99 ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ അത് ഞാൻ മാറ്റുന്നില്ല. പോയ്സോൺസ് റേഷ്യോ സ്റ്റീലിൻ്റെത് 0.3 തന്നെയാണ്. അതുപോലെ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഈ വാല്യൂ തന്നെയാണ് 1.17 കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കാം. ഷിയർ മോഡുലസ് 769 അത് ഓട്ടോമാറ്റിക്കലി ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ വെച്ചിട്ട്. അതുപോലെ മിനിമം ഈൽഡ് സ്ട്രെസ് നമ്മളിപ്പോൾ Fe415 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മിനിമം ഈൽഡ് സ്ട്രെസ് നമുക്ക് 415 എന്നുള്ള രീതിയിൽ കൊടുക്കാം. ദാറ്റ് ഈസ് 415000 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാകുമ്പോൾ 415000 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ ആണെങ്കിൽ 415 ആണ്. അപ്പോൾ മിനിമം ടെൻസൈൽ സ്ട്രെസ് ഞാൻ സെയിം വാല്യൂ തന്നെ കൊടുക്കുവാണ്, 415000. അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ഈൽഡ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഈ വാല്യൂവിനെ ഇൻറ്റു 1.1 ചെയ്തിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ എടുക്കുക. 415,000 into 1.1 that is 456,500. അതുപോലെ എക്സ്പെക്റ്റഡ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് ആസ് പെർ IS 800 കോഡ് സ്റ്റീലിന്റെ കോഡ് വെച്ചിട്ട് 485,000 കൂടാൻ പാടില്ല. അപ്പോൾ നമ്മളത് റെഫർ ചെയ്തിട്ട് എന്തൊക്കെയാണ് വാല്യൂസ് വരുന്നത് എന്നുള്ള റെഫർ ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് വേണം നമ്മളിവിടെ കൊടുക്കാനായിട്ട്. ഇപ്പോൾ സ്റ്റീൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ റീബാർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലും കൂടെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ റീബാർ എന്ന് പറഞ്ഞ മെറ്റീരിയലും ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം കോൺക്രീറ്റ് എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ റീബാർ എന്ന് പറയുന്ന റീഇൻഫോഴ്സ്മെന്റിന്റെ മെറ്റീരിയലും നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളം, അതുപോലെ ബീം, അതുപോലെ സ്ലാബ് നമുക്കിവിടെ ഡിഫൈൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഡിഫൈനിൽ തന്നെ ആദ്യം നമ്മൾ മെറ്റീരിയൽസ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ പ്രോപ്പർട്ടീസ് ആണ്. സെക്ഷൻ പ്രോപ്പർട്ടീസിൽ ഞാൻ പറഞ്ഞിരുന്നു ബീം കോളം ഒക്കെ ഫ്രെയിം സെക്ഷൻസ് ആണ്. അപ്പോൾ സെക്ഷൻ പ്രോപ്പർട്ടീസിൽ ഫ്രെയിം സെക്ഷൻസ് എടുക്കുക. ഫ്രെയിം സെക്ഷൻസ് എടുക്കുമ്പോൾ അതിൽ ആഡ് ന്യൂ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആഡ് ന്യൂ പ്രോപ്പർട്ടി എടുക്കുക. ആഡ് ന്യൂ പ്രോപ്പർട്ടിയിൽ ഫ്രെയിം സെക്ഷൻ പ്രോപ്പർട്ടി ടൈപ്പ് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രെയിം സെക്ഷൻ പ്രോപ്പർട്ടി ടൈപ്പ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് ആണ് അല്ലേ. നമ്മളെ കോളം ആണെങ്കിലും ബീം ആണെങ്കിലും അത് കോൺക്രീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോൺക്രീറ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യം ബീമാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ബീമിന്റെ ക്രോസ് സെക്ഷൻ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്. റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ സെലക്ട് ചെയ്തു. ഞാനിവിടെ പേര് കൊടുക്കുവാണ് ആ ബീമിന്, ബീം. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നതിൽ മാക്സിമം ലെങ്ത് വരുന്നത് 6 മീറ്റർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ബീം വരുന്നുണ്ട് അല്ലേ. അപ്പൊ അത് വെച്ച് ഞാൻ എല്ലാത്തിനും സെയിം പോലെ കൊടുക്കുവാണ്. വേണമെങ്കിൽ നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. ഇപ്പം ബീമിന്റെ ഡെപ്ത് നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാ L/D റേഷ്യോ വെച്ചിട്ട് എടുക്കുക അല്ലെ. തം റൂൾ പ്രകാരം L/D റേഷ്യോ 10:15 ആണ് നമ്മൾ നോർമലി ചൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ ഡെപ്ത് L/D റേഷ്യോ നമുക്ക് 12 എന്നുള്ള രീതിയിൽ എടുക്കാം. അങ്ങനെ ആകുമ്പോൾ ബീം 6 മീറ്റർ ആണെങ്കിൽ 6000 അല്ലെങ്കിൽ 6/12 കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 500 ആ വരുന്നത് അല്ലെ. അപ്പൊ ബീമിന്റെ ഡെപ്ത് നമുക്ക് 500 എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഓക്കെ, ഡെപ്ത് 500, അതായത് 0.25 വീതിയും 500.5 ഡെപ്തും വരുന്ന രീതിയിൽ ഞാൻ കൊടുക്കുവാണ്. അപ്പോൾ ഇവിടെ മെറ്റീരിയൽ ചേഞ്ച് ചെയ്യണം. മെറ്റീരിയൽ എന്ന് പറയുന്നത് M20 കോൺക്രീറ്റ് ആയിരിക്കും. അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 0.5 ആണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് 0.25 ആണ്. ഓക്കെ, അപ്പൊ അത് ഞാൻ സെറ്റ് ചെയ്തു. ഇനി അതിൽ കോൺക്രീറ്റ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം. ബീമിന്റെ അകത്തുള്ള റീഇൻഫോഴ്സ്മെന്റിന്റെ ഡീറ്റെയിലും കൂടെ നമ്മൾ ഇതിന്റെ അകത്ത് ആഡ് ചെയ്യാനായിട്ടുണ്ട്. കോൺക്രീറ്റ് റീഇൻഫോഴ്സ്മെന്റ് എടുക്കാം. അതിൽ ഇവിടെ റീഇൻഫോഴ്സ്മെന്റിന്റെ മെറ്റീരിയൽ റീബാറിന് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. മെയിൻ ബാസും അത് തന്നെയാണ്. കൺഫൈൻമെന്റ് അതായത് സ്റ്റിറപ്സും, അതായത് ടൈസ് അല്ലെങ്കിൽ സ്റ്റിറപ്സും റീബാർ തന്നെയാണ് മെറ്റീരിയൽ. അപ്പം ബീം ആക്കി കൊടുക്കുക. ഇവിടെ കോളത്തിലാണ് കിടക്കുന്നത്, ബീം ആക്കി കൊടുക്കുക. ബീം ആക്കി കൊടുക്കുമ്പോൾ അതിന്റെ കവർ ചോദിക്കുന്നുണ്ട്. കവർ നമുക്ക് ഏകദേശം 25 mm കൊടുക്കാം. ദാറ്റ് ഈസ് 0.025. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വാല്യൂ കൊടുക്കാം. 0.025 mm കവർ ഞാൻ കൊടുക്കുന്നു. ഇത്രയും ഡീറ്റെയിൽസ് മതി. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ ഇവിടെ ക്രിയേറ്റ് ആയി വരും. അതായത് ബീം 0.25/0.5. ഇനി നിങ്ങൾക്ക് അഡീഷണലി ഇപ്പം നമുക്ക് 4.5 മീറ്റർ വരുന്ന ബീം ഉണ്ട്. വേണമെങ്കിൽ ഒരു ബീമും കൂടെ അവിടെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4.5 / 12 ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം
0.375 ആണ് വരുന്നത് അല്ലെ, 375 mm. അത് റൗണ്ട് ചെയ്തിട്ട് 400 mm ഡെപ്ത് വരുന്ന വേറൊരു ബീമും കൂടി നിങ്ങൾക്ക് അവിടെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അത് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് സൈസ് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് എക്കണോമിക്കൽ ആക്കാൻ നമുക്ക് അങ്ങനെ ഇപ്പൊ ഡിഫൈൻ ചെയ്യുമ്പോൾ കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൽ ഓരോ ബീമിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്ഷൻസ് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ബീം മാത്രമേ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. ഇനി അടുത്തൊരു കോളം ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ആഡ് ന്യൂ പ്രോപ്പർട്ടി ഞാൻ വീണ്ടും എടുത്തു. അടുത്തെടുത്ത് കോൺക്രീറ്റ് തന്നെയാണ് മെറ്റീരിയൽ, റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ. ഇപ്പം ബീം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അടുത്ത ബീമിന്റെ സൈസ് കൊടുക്കാം. ബീം വേണമെങ്കിൽ 0.25 by 0.40, എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ട് അത് വീണ്ടും ആഡ് ആക്കാം. അപ്പൊ 2 ബീം ഇവിടെ സെറ്റ് ആയി. ഇനി വീണ്ടും വേറൊരു സൈസിലുള്ള ബീമും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. അത് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ക്രോസ് സെക്ഷൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇവിടെ തൽക്കാലം കോളമാണ് ആഡ് ചെയ്യുന്നത്. കോളത്തിന്റെ സൈസ് ഞാൻ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു 45 സെന്റിമീറ്റേഴ്സ്, അല്ലെങ്കിൽ ഓക്കെ ഒരു 0.50 കൊടുക്കാം. 50 സെന്റിമീറ്റേഴ്സിന്റെ കോളം ഞാൻ കൊടുക്കുവാണ്. 50 by 50, അതായത് 0.5 by 0.5 മീറ്റർ സ്ക്വയർ കോളം ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, അത് ഞാൻ കൊടുത്തു. ഇനി അതിന്റെ മെറ്റീരിയൽ ഞാൻ M20 കോൺക്രീറ്റ് തന്നെ കൊടുത്തു. ഇനി അതിന്റെ ഡെപ്ത് ആൻഡ് വിഡ്ത്ത് രണ്ടും 0.5 ആണല്ലോ നമ്മളിപ്പം കൊടുക്കുന്നത്. 0.5 and 0.5. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പല സൈസിലുള്ള കോളംസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ നമ്മൾ അനലൈസ് ചെയ്ത് ഡിസൈൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും കോളം ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സൈസുള്ള കോളം കൊടുത്തിട്ട് സേഫ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇനി അത് അല്ല, അത് സേഫ് ആണ് കിട്ടിയതെങ്കിൽ, ആദ്യം ചെയ്യുമ്പോൾ തന്നെ സേഫ് ആയിട്ടാണ് കിട്ടിയതെങ്കിൽ ആ പർട്ടിക്കുലർ കോളത്തിനേക്കാളും സൈസ് കുറഞ്ഞ കോളം, ഇപ്പൊ വേണമെങ്കിൽ ഇപ്പം 0.45 by 0.5 ഉണ്ട്, അല്ലെങ്കിൽ 0.4 by 0.5 ഉണ്ട്. അതുപോലെ ഇതിനേക്കാളും കുറഞ്ഞ സൈസുള്ള കോളംസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കറസ്പോണ്ടിങ് നമ്മൾ വരച്ച കോളത്തിന്റെ ഇതിലേക്ക് അസൈൻ ചെയ്തിട്ട് വീണ്ടും അനലൈസ് ചെയ്ത് നോക്കാം. അങ്ങനെ ഏത് സൈസ് കൊടുക്കുന്നത് വരെയാണോ അത് ഫെയിൽ ആവുന്നത് അതിന് തൊട്ട് മുമ്പുള്ള സൈസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് അതായത് ഡിസൈൻ നമുക്ക് എക്കണോമിക്കൽ ആക്കാൻ പറ്റും. അനാവശ്യമായിട്ട് കൂടുതൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാതെ, അല്ലെങ്കിൽ ബീമിന്റെ കോളത്തിന്റെ ക്രോസ് സെക്ഷൻ കൊടുക്കാതെ നമ്മൾ ട്രയൽ ആൻഡ് എറർ ആയിട്ട് ഓരോ പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ എക്കണോമിക്കൽ ആയിട്ടും ഈ ഡിസൈൻ മാറ്റാനായിട്ട് പറ്റും. അപ്പൊ ഞാനിവിടെ കോളം 0.5 by 0.5 കൊടുത്തു, അതിന്റെ സൈസ് കൊടുത്തു. ഇനി കോൺക്രീറ്റ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം. കോൺക്രീറ്റ് റീഇൻഫോഴ്സ്മെന്റിൽ ഞാൻ ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ റീബാർ തന്നെ കൊടുക്കുകയാണ്. കൺഫൈൻമെന്റ് ബാറും റീബാർ തന്നെയാണ്. ഇവിടെ കോളമാണ്, അത് റെക്ടാങ്കുലർ കോളം. കൺഫൈൻമെന്റ് ബാർസ് ടൈസ് തന്നെയാണ്. ഇപ്പൊ സർക്കുലർ ആകുമ്പോൾ അതിൽ സ്പൈറലും കൂടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്പൈറൽ റീഇൻഫോഴ്സ്മെന്റും കൂടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ റെക്ടാങ്കുലർ കൊടുക്കുകയാണ്, അപ്പോൾ ടൈ തന്നെ ആയിരിക്കും. ഇനി അതിൻ്റെ അകത്ത് കവർ കൊടുക്കണം. ക്ലിയർ കവർ ഫോർ കൺഫൈൻമെന്റ് ബാർസ്, അതായത് സിറപ്പിലേക്കുള്ള കവർ ആസ് പെർ IS 456/2000 കോളത്തിൽ കൊടുക്കേണ്ടതായിട്ടുള്ള മിനിമം കവർ എന്ന് പറയുന്നത് 40 സെന്റിമീറ്റേഴ്സ് ആണ്. ദാറ്റ് ഈസ് 0.04 മീറ്റർ ആണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഓൾറെഡി ഉള്ളത്. ഇനി നമ്പർ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസ് അലോങ് 3 ഡയറക്ഷൻ ഫേസ് ആൻഡ് 2 ഡയറക്ഷൻ ഫേസ്. അപ്പൊ എത്ര ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ വേണം 2 ഡയറക്ഷനും കറസ്പോണ്ടിങ് ആയിട്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ 2 ഡയറക്ഷൻ ആൻഡ് 3 ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് നമ്മളെ കോളം ആണെങ്കിൽ X and Y ഡയറക്ഷൻ ആണ് കേട്ടോ. X and Y ഡയറക്ഷൻ കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നീക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാം, ഇത് 2 ഡയറക്ഷൻ ആണ്, ഇത് 3 ഡയറക്ഷൻ ആണ്. ഓക്കെ, 2 ഡയറക്ഷൻ ആൻഡ് 3 ഡയറക്ഷൻ. 2 ഈ ഡയറക്ഷൻ ആണ്, 3 ഈ ഡയറക്ഷൻ ആണ്. ഓക്കെ, 2 ഡയറക്ഷൻ ആൻഡ് 3 ഡയറക്ഷൻ. അപ്പൊ ഈ 2 ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ബാറുകൾ വേണം എന്നുള്ളതാണ്. ഇപ്പം 3 ബാർ ആണെങ്കിൽ അവിടെ കൊടുക്കുന്നത് ഇതുപോലെ ഒരു സൈഡിൽ 3 ബാർ ആയിരിക്കും. ഇനി 3 ഡയറക്ഷനിൽ 3 ബാർ ആണെങ്കിൽ ഇതുപോലെ 3 ബാർ ആയിരിക്കും 3 ഡയറക്ഷനിലും വരുന്നത്. ഇപ്പൊ 3 ഡയറക്ഷനിൽ 4 ബാർസ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരെണ്ണം കൂടെ വരും. അതേപോലെ 2 ഡയറക്ഷനിൽ ഉണ്ടെങ്കിൽ ഒരെണ്ണം കൂടി വരും. അതായത് കോളത്തിനനുസരിച്ചിട്ട്, കോളത്തിന്റെ 2 ഡയറക്ഷൻ അനുസരിച്ചിട്ട് ഒരു സൈഡിൽ എത്ര നമ്പർ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യുമ്പോൾ. അപ്പൊ ഞാനിവിടെ 3 തന്നെ കൊടുക്കുകയാണ്, അതിൽ ഞാൻ മാറ്റം വരുത്തുന്നില്ല. ഒരു സൈഡിൽ 3 എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, 3 തന്നെ കൊടുത്തു. 2 ഡയറക്ഷനിലും 3 തന്നെ കൊടുത്തു. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ ബാറിന്റെ സൈസ്. ഓക്കെ, നമ്മൾ കൊടുക്കാൻ പോകുന്ന കോളത്തിന്റെ മെയിൻ ബാറിന്റെ സൈസ്. അപ്പൊ നമ്മൾ ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് 6D 8D, അതായത് സ്മോൾ ലെറ്റർ ഡിയിൽ എഴുതിയിരിക്കുന്നതാണ് നമ്മളെ ബാറിന്റെ ഡയമെൻഷൻസ്. അപ്പൊ നമുക്കിതില് ഞാനിവിടെ ഒരു 25 mm ബാർ കൊടുക്കുവാണ്. 25 എന്നുള്ള രീതിയിൽ ഞാൻ കൊടുക്കുവാണ്. 25 ഡയന്റെ
ലോഞ്ചിറ്റ്യൂണൽ ബാർ, മെയിൻ ബാർ ഞാൻ 25 കൊടുക്കുവാണ്. ഓക്കെ, വേണമെങ്കിൽ ഒന്നും കൂടെ കൂട്ടണമെങ്കിൽ കൂട്ടാം, ഇതിലും വലുത് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, 25 ഞാനിപ്പം കൊടുക്കുവാണ്. 3 and 3. ഓക്കെ, അതുപോലെ കൺഫൈൻമെന്റ് ബാറിന്റെ സൈസും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാം. അതായത് ടൈസിന്റെ, ലാറ്ററൽ ടൈസിന്റെ അതും ഞാൻ നോക്കിയിട്ട് ഒരു 8 mm ടൈസ് കൊടുക്കുവാണ്. ലോഞ്ചിറ്റ്യൂണൽ സ്പേസിംഗ് ഓഫ് കൺഫൈൻമെന്റ് ബാർ, അതായത് സിറപ്പിന്റെ സ്പേസിംഗ് ഞാനത് 0.15 ആണ് ഇവിടെ ഉള്ളത്, വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നമുക്ക് 300 വരെ കൊടുക്കാന്നാണല്ലോ ആസ് പെർ കോഡ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ കറസ്പോണ്ടിങ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ തൽക്കാലം 0.15 തന്നെ കൊടുക്കുവാണ്. നമ്പർ ഓഫ് കൺഫൈൻമെന്റ് ബാർ ഇൻ 3 direction and 2 direction, അതായത് ലെഗ് ആണ്. ഇപ്പൊ 2 leg 3 leg ഒക്കെ പറയുന്നില്ലേ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന നമ്പർ ഓഫ് കൺഫൈൻമെന്റ് ബാർ ഇൻ 3 direction and 2 direction. അതായത് ഇപ്പം നമ്മൾ എങ്ങനെയാണ് ലെഗിന്റെ കേസ് പറയാ സിറപ്പിൻ്റെ, ഇപ്പൊ ഇതുപോലെ 4 ബാറുകളാണെങ്കിൽ ഇത് 2 leg ആണെന്ന് നമുക്ക് പറയാം അല്ലെ. അതായത് 2 leg ആണ് ഉള്ളത്, അതായത് വെർട്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് സിംഗിൾ ലൈനിൽ എത്ര എണ്ണം വന്നിട്ടുണ്ട്. ഇപ്പം ഈ ആക്സസിന് കറസ്പോണ്ടിങ് ആയിട്ടാണെങ്കിൽ 3 എന്ന് പറയുന്ന ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് 2 leg ആണ്, 2 എന്ന് പറയുന്ന ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് 2 leg ആണ്. ഇനി ഇൻ കേസ് ഇവിടെ ഒരു ബാറും കൂടെ എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പക്ഷെ റീഇൻഫോഴ്സ്മെന്റ് ഈ രീതിയിലും കൂടെ ചിലപ്പോൾ കൊടുക്കും, ഇങ്ങനെ കൊടുക്കും അതിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇതിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും. അപ്പൊ ഇതില് ലെഗിന്റെ എണ്ണം എത്രയായി? ഈ ഡയറക്ഷനിൽ 1 2 3 ആയി, ഈ ഡയറക്ഷനിലും 3 ആയി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് ഇനി നമ്പേഴ്സ് കൂടുവാണെങ്കിൽ നമ്മൾ നോർമലി ചെയ്യാറുണ്ടല്ലോ, അതായത് കോളത്തിന്റെ ഒക്കെ കൊടുക്കുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു ബാറും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പ്രൊവൈഡ് ചെയ്യാം. നമുക്ക് ഇതുപോലെ ഒരു സെറ്റ് സിറപ്പും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയും പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഈ രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതും നമുക്ക് ലെഗ് എന്നുള്ള രീതിയിൽ 3 തന്നെ പ്രൊവൈഡ് ചെയ്യാം. ഇതിൽ കൂടുതൽ ഇനി വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കൂട്ടാം, 4 legged ഒക്കെ ആക്കണമെങ്കിൽ ആക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, 3 legged എന്നുള്ള രീതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പൊ ഞാനിവിടെ നമ്പർ ഓഫ് കൺഫൈൻമെന്റ് ബാർസ് 3 direction and 2 direction 3 തന്നെ കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ ഓപ്ഷൻ ചോദിക്കുകയാണ് റീഇൻഫോഴ്സ്മെന്റ് ചെക്ക് ചെയ്താൽ മാത്രം മതിയോ ഡിസൈൻ ചെയ്യണോ എന്നുള്ളത്. അപ്പൊ ഞാനിവിടെ ഡിസൈൻ ചെയ്യാണെന്നുള്ള ഓപ്ഷൻ ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ കൊടുത്തു. നമ്മൾ പറഞ്ഞിരിക്കുന്ന സൈസിൽ ഒരു കോളം കൂടെ അവിടെ ഡിഫൈൻഡ് ആയി, ബീമും കോളവും ഡിഫൈൻഡ് ആയി. ഇനി വേണമെങ്കിൽ അഡീഷണലി കോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറഞ്ഞ സൈസിലും കൂടിയ സൈസിലും കോളംസ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം. സ്ക്വയർ കോളംസ് തന്നെ ആവണമെന്നില്ല, റെക്ടാംഗുലറോ സർക്കുലറൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ ഞാനിവിടെ തൽക്കാലത്തേക്ക് ഇത് മനസ്സിലാക്കേണ്ട ഒരു പേർപ്പസ് ആയതുകൊണ്ട് ഞാനിവിടെ കോളം 0.5/0.5 എന്നുള്ള രീതിയിൽ കൊടുക്കുവാണ്. അതുപോലെ ബീം ഞാൻ 0.25/0.5 എന്നുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്യുകയാണ്. ഓക്കെ, ഇനി സ്ലാബ് ഡിഫൈൻ ചെയ്യണം, സ്ലാബിന്റെ ഡീറ്റെയിൽസ് ഡിഫൈൻ ചെയ്യണം. അപ്പൊ ഞാൻ ബീം ആൻഡ് കോളംസ് ഫ്രെയിം സെക്ഷൻസ് ഡിഫൈൻ ചെയ്തു, മെറ്റീരിയൽ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. ഇനി സ്ലാബ് ഡിഫൈൻ ചെയ്യണം. സ്ലാബ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫൈൻ എടുക്കുക, സെക്ഷൻ പ്രോപ്പർട്ടീസ് എടുക്കുക. സ്ലാബ് എന്ന് പറയുന്നത് ഏരിയ സെക്ഷൻസ് ആണല്ലോ, അപ്പോൾ ഏരിയ സെക്ഷൻസ് ആണ്. അപ്പോൾ സ്ലാബിൽ സെക്ഷൻ പ്രോപ്പർട്ടീസിൽ ഏരിയ സെക്ഷൻസ് എടുക്കുക. ഏരിയ സെക്ഷനിൽ നമ്മൾ ചെയ്യുമ്പം ആഡ് ചെയ്യുമ്പം ഷെൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെയാണ് സ്ലാബിന് എടുക്കേണ്ടത്. ഷെൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ തന്നെ വെക്കുക. അതിൽ ആഡ് ന്യൂ സെക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക, ആഡ് ന്യൂ സെക്ഷൻ. അപ്പൊ അതിൽ ഞാനിവിടെ സ്ലാബ് എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. സ്ലാബിന്റെ തിക്നെസ് ഞാൻ 150 എന്ന് പറഞ്ഞു കൊടുക്കുവാണ്, 0.15. ഓക്കെ, 0.15 തിക്നെസ്സിലുള്ള സ്ലാബ്. ഓക്കെ, അതില് സ്ലാബിൻ്റെ കൊടുക്കുമ്പോൾ ഇവിടെ മെംബ്രെയിൻ ഓപ്ഷനിലാണ് കൊടുക്കേണ്ടത്, ടൈപ്പ് മെംബ്രെയിൻ എന്നുള്ള ഓപ്ഷനിൽ ഞാൻ കൊടുക്കുവാണ്. അതുപോലെ മെറ്റീരിയലിന്റെ നെയിം M20 കോൺക്രീറ്റ് ഞാൻ കൊടുക്കുവാണ്. അതുപോലെ മെംബ്രെയിൻ്റെ തിക്നെസ് ദാറ്റ് ഈസ് 0.15 തന്നെയാണ് രണ്ടിൽ. അത് എല്ലാ ക്രോസ് സെക്ഷനിലും സെയിം ആയിട്ട് തന്നെയാണ്. ബെൻഡിങ് ടേക്ക് പ്ലേസ് ചെയ്യുന്ന സ്ഥലത്ത് ഒന്നും അതിന്റെ ഡയമെൻഷനിൽ മാറ്റമൊന്നുമില്ല. ഫുൾ ഹോൾ തിക്നെസ് 0.15 എന്നുള്ള രീതിയിൽ തന്നെ. അപ്പൊ രണ്ടും ഞാൻ 0.15 തന്നെ കൊടുത്തു. ഇനി നമ്മൾ റീബാസിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് മോഡിഫൈ ഓർ ഷോ ഷെൽ ഡിസൈൻ പാരാമീറ്റേഴ്സ് എടുക്കുക. അതിൻ്റെ അകത്ത് റീബാറിന്റെ മെറ്റീരിയൽ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് റീബാർ സെലക്ട് ചെയ്യാം.
ഇനി റീബാർ ലേഔട്ട് ഓപ്ഷൻ ഡിഫോൾട്ട് കൊടുത്താൽ മതി, കാരണം ഇതിൽ ഡിസൈൻ നമുക്ക് ഔട്ട്പുട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, അതിന്റെ ഓൺ വെയിറ്റ് കാര്യങ്ങളൊക്കെ വരാനായിട്ടാണ്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 1 ലെയർ ആയിട്ട് നമുക്ക് കൊടുക്കാം. അതിൽ 2 ഡയറക്ഷനിലുള്ള ബാറിന്റെ കവർ ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം 1 ലെയർ ആയിട്ട് കൊടുക്കുവാണെങ്കിൽ. അതുപോലെ 2 ലെയർ ആയിട്ട് കൊടുക്കുവാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കൂടെ നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബോട്ടം ബാറും ടോപ്പ് ബാറും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കവർ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ ഡിഫോൾട്ട് എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കുവാണ്. ഡിഫോൾട്ട് ഓപ്ഷൻ കൊടുത്ത് ഞാനിവിടെ ഓക്കെ കൊടുക്കുവാണ്. ഓക്കെ കൊടുക്കുമ്പോൾ സ്ലാബിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്ലാബ് അവിടെ ഡിഫൈൻഡ് ആയി. അപ്പോൾ ബീം, കോളം ആൻഡ് സ്ലാബ് ഞാനിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ മെറ്റീരിയൽസും ഞാനിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ലോഡ് ഡിഫൈൻ ചെയ്യണം. ലോഡ് ഡിഫൈൻ ചെയ്യാനായിട്ട് ഡിഫൈൻ ഓപ്ഷൻ എടുക്കുക. ഡിഫൈൻ ഓപ്ഷനിൽ ലോഡ് പാറ്റേൺസ് എടുക്കുക. ഡിഫൈനിൽ ലോഡ് പാറ്റേൺസ്, അതായത് ഏതൊക്കെ രീതിയിലുള്ള ലോഡുകളാണ് ഈ ഒരു കറസ്പോണ്ടിങ് ബിൽഡിങ്ങിൽ ആക്ട് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുവാണ്. അപ്പോൾ ഓൾറെഡി ഇവിടെ ഡെഡ് ലോഡ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഡെഡ് ഈ താഴോട്ട് ഉള്ള ഈ ഭാഗത്തേക്ക് വന്നാൽ ആ ലോഡ് ഓൾറെഡി ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഡെഡ് ലോഡ് ഇവിടെ ഉണ്ട്. ഡെഡ് അതിന്റെ ടൈപ്പ് ഡെഡ് ലോഡ് തന്നെയാണ്. സെൽഫ് വെയിറ്റ് മൾട്ടിപ്ലയർ 1. അപ്പം ഡെഡ് ലോഡ് നമ്മൾ കൊടുക്കുമ്പോൾ, അതായത് നമ്മുടെ മെറ്റീരിയൽ, അതായത് സ്ലാബ് ആണെങ്കിലും ഫ്രെയിം ആണെങ്കിലും കോളത്തിന്റെ ഓൺ വെയിറ്റ് ആണ് ഡെഡ് ലോഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ സെൽഫ് വെയിറ്റ് ആ ഡെഡ് ലോഡിൽ ആഡ് ആവണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 1 കൊടുക്കണം സെൽഫ് വെയിറ്റ് ആഡ് ആവണമെങ്കിൽ. അത് ഇരട്ടിയാക്കിയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ സെൽഫ് വെയിറ്റ് മൾട്ടിപ്ലയർ 0 കൊടുക്കാം. അതിന്റെ ഓൺ വെയിറ്റ് എടുക്കണ്ട, നമ്മൾ തന്നെ കൊടുക്കുക എന്നാണെങ്കിൽ ഇവിടെ നമുക്ക് 0 കൊടുക്കാം. ഓക്കെ, സെൽഫ് വെയിറ്റ് എടുക്കണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ സെൽഫ് വെയിറ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ സെൽഫ് വെയിറ്റ് മൾട്ടിപ്ലയർ ഞാൻ 1 എന്നുള്ള രീതിയിൽ തന്നെ കൊടുക്കുവാണ്. ഇതിന്റെ കൂടെ തന്നെ ഓട്ടോമാറ്റിക്കലി സോഫ്റ്റ്വെയർ അതിന്റെ സെൽഫ് വെയിറ്റ് എടുത്തോളും. ഇനി അടുത്ത ഞാൻ ലൈവ് ലോഡും കൂടെ കൺസിഡർ ചെയ്യാണ്. ഡെഡ് ലോഡ് ലൈവ് ലോഡ് മാത്രമേ ഞാൻ ഇപ്പം എടുക്കുന്നുള്ളൂ. അത് വെച്ചിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പൊ ലൈവ് ലോഡ് അതിന്റെ ടൈപ്പ്, ഓക്കെ, ഞാൻ ലൈവ് ലോഡ് തന്നെ പറഞ്ഞു കൊടുക്കാം. ഇത് ജസ്റ്റ് പേര് മാത്രമാണ് ഇവിടെ അടിച്ചു കൊടുക്കുന്നത്. ഇവിടെ ടൈപ്പ് ലൈവ് എന്ന് പറഞ്ഞു കൊടുക്കുക. സെൽഫ് വെയിറ്റ് മൾട്ടിപ്ലയർ 0 കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ 0 ആക്കിയിട്ട് ആഡ് ചെയ്യണം. ഇവിടെ നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്തിട്ട് വേണം ആഡ് കൊടുക്കാൻ. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ആവും. ലൈവ് ലോഡ് ആഡ് ആയി, ലൈവ് 0. ഇപ്പൊ ഡെഡ് ലോഡ് ആൻഡ് ലൈവ് ലോഡ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി അഡീഷണലി ഏതെങ്കിലും ലോഡുകൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. പല ടൈപ്പ് ലോഡുകൾ ഇവിടെ ഉണ്ട്. വിൻ ലോഡ്, എർത്ത് ലോഡൊക്കെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇപ്പൊ തൽക്കാലത്തേക്ക് ഡെഡ് ലോഡ് ലൈവ് ലോഡ് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറയാം. അപ്പം ഡെഡ് ലോഡ് ലൈവ് ലോഡ് ഞാൻ ഇവിടെ കൊടുക്കുവാണ്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ലോഡ് പാറ്റേൺസ് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഡിഫൈൻ ചെയ്തിട്ട് ഡിഫൈൻ എടുത്തിട്ട് ലോഡ് കേസസ് ആണ്. അതായത് കേസ് എന്ന് പറഞ്ഞാൽ അറിയാം, ഇപ്പൊ ഒരു ബോക്സ് അല്ലെ, അല്ലെങ്കിൽ ഒരു പെട്ടി ഒന്ന് ആലോചിച്ചു, ഒരു കേസ് ആണ്. ആ കേസിന്റെ അകത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലോഡുകൾ കൊടുത്തിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ ഒരു കേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ലോഡ് കേസ് ക്രിയേറ്റ് ചെയ്യാണ്. ഒരു പുതിയ ലോഡ് കേസ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ ആഡ് ന്യൂ ലോഡ് കേസ് എടുത്തു. അതായത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കേസിന് കറസ്പോണ്ടിങ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും, കേസ് ആക്കി നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ. അതായത് 1.5 ഡെഡ് അല്ലെങ്കിൽ 1.5 ലൈവ്, പിന്നെ അതുപോലെ എർത്ത് ലോഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂടി ഒരു കേസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ലോഡ് കേസിൽ വരുന്ന റിസൾട്ട്സ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ലോഡ് കേസ് ഇപ്പൊ ഇവിടെ ഡിസൈൻ കേസ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു പേരാണ്, ജസ്റ്റ് പേര് മാത്രമാണ്. ജസ്റ്റ് ഡിസൈൻ കേസ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുവാണ്. ഇപ്പൊ ലോഡ് പാറ്റേൺ ഇവിടെ ഞാൻ ഡെഡ് കൊടുക്കുവാണ്. സ്കെയിൽ ഫാക്ടർ ഞാൻ 1.5 എന്ന് പറഞ്ഞു കൊടുക്കുവാണ്. ഓക്കെ, നമ്മൾ കോഡ് പറയുന്ന പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ 1.5 ആണല്ലോ. അപ്പൊ ഞാൻ 1.5 എന്നുള്ള രീതിയിൽ എടുക്കുവാണ്. അടുത്ത ലോഡ് ലൈവ് ലോഡ് കൊടുക്കുവാണ്. അത് 1.5 കൊടുക്കുകയാണ്. ആഡ് കൊടുത്തു. അപ്പോൾ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് 1.5 കോമ്പിനേഷന്റെ ഒരു കേസ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അത് അവിടെ ഡിസൈൻ കേസ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട്. ഓക്കെ കൊടുത്തു. അപ്പൊ ഞാൻ ലോഡ് കേസും സെറ്റ് ചെയ്തു. ഇൻ കേസ് ഇനി ലോഡ് കേസ് ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ലോഡുകളെല്ലാം ഒന്നിച്ച് വരുമ്പോൾ എന്തായിരിക്കും അതിന്റെ റിസൾട്ട് എന്ന് നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കേസ് ആക്കി കൊടുക്കുന്നത്. അല്ലാതെ ലോഡ് കോമ്പിനേഷൻസ് ഓട്ടോമാറ്റിക്കലി വരും. എന്നാൽ കേസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും കേസ് ആയിട്ട് കൊടുക്കുമ്പോൾ. ഓക്കെ, അപ്പൊ ഇവിടെ ഇനി അടുത്തത് ഡിഫൈൻ കൊടുക്കുക. ലോഡ് കോമ്പിനേഷൻസ് ഡിഫൈൻ ചെയ്യണം. ഇപ്പൊ ലോഡ് കോമ്പിനേഷൻസ്
നമുക്ക് വേണമെങ്കിൽ ഇപ്പം ചെയ്ത പോലെ കേസ് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ കോമ്പിനേഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആസ് പെർ IS 456 ഡിസൈൻ കോമ്പോസ് എടുത്തോളും. നമ്മളിപ്പോൾ ഓൾറെഡി നേരത്തെ ഡിസൈനിൽ IS 456 2000 സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡിഫോൾട്ട് ആയിട്ടുള്ള ഡിസൈൻ കോമ്പിനേഷൻസ് സോഫ്റ്റ്വെയർ എടുത്തോളും. ആഡ് ഡിഫോൾട്ട് ഡിസൈൻ കോമ്പോസ് എടുക്കുക, ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമ്മുടെ മെറ്റീരിയൽ കോൺക്രീറ്റ് ആണ്. അപ്പൊ കോൺക്രീറ്റ് ഫ്രെയിം ഡിസൈൻ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കണം. ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ 2 കോമ്പിനേഷൻസ് വന്നു. UDCON 1 ആൻഡ് UDCON 2 എന്ന് പറഞ്ഞിട്ട് 2 കോമ്പിനേഷൻസ് വന്നു. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ആദ്യത്തെ കോമ്പിനേഷൻ ഞാൻ എടുത്ത് ക്ലിക്ക് ചെയ്ത് മോഡിഫൈഡ് ഷോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ അത് വന്നിരിക്കുന്നത് ഡെഡ് ആൻഡ് ഡിസൈൻ കേസ് രണ്ടും കൂടെ ചേർത്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ അടുത്തൊരു കേസ് എടുത്തു കഴിഞ്ഞാൽ മോഡിഫൈ ഓർ ഷോ കോംബോ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡെഡ് ലോഡ് ലൈവ് ലോഡ് ഡിസൈൻ കേസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡിസൈൻ കേസ് എന്ന് പറയുന്നത് 1.5 ഡെഡ് പ്ലസ് ലൈവ് ആണ്. അപ്പൊ അത് നമുക്ക് വേണ്ട. അപ്പൊ ഞാൻ ഇതിന്റെ അകത്തുനിന്ന് ഡിസൈൻ കേസ് അങ്ങ് ഒഴിവാക്കുവാണ്. അതേപോലെ ഇതിന്റെ അകത്തുനിന്നും ഞാൻ ആ ഡിസൈൻ കേസ് അങ്ങ് ഒഴിവാക്കുവാണ്. അപ്പം ഡെഡ് ലോഡിന്റെ ഒരു കോമ്പിനേഷൻ 1.5 വരുന്ന രീതിയിൽ, അതുപോലെ 1.5 ഡെഡ് പ്ലസ് ലൈവ് വരുന്ന രീതിയിൽ ഒരു കോമ്പിനേഷൻ. അപ്പൊ നമ്മൾ ആ ഒരു കേസ് അവിടെ എടുത്തില്ലെങ്കിൽ ജസ്റ്റ് 1.5 ഡെഡ് പ്ലസ് ലൈവ് എന്നുള്ള രീതിയിൽ സോഫ്റ്റ്വെയർ തന്നെ എടുത്തോളും. ഇനി നമുക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻസ് കൊടുക്കണമെങ്കിൽ അതും നമുക്ക് ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ആ കേസ് ആക്കി വെച്ചതിന്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ അകത്ത് റിസൾട്ട് ഔട്ട്പുട്ട് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ആണെങ്കിലും ഷേപ്പ് ഫോഴ്സ് ഡയഗ്രം ഒക്കെ ആണെങ്കിൽ ആ ഒരു കേസിന്റെ ബേസിസിൽ മാത്രം നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ആ ഒരു കേസിന്റെ ബേസിൽ മാത്രം നമുക്ക് അനലൈസ് ചെയ്യാനായിട്ടും പറ്റും. ഞാനിവിടെ 2 കോമ്പിനേഷൻസ് ഞാനിവിടെ ഓക്കെ കൊടുക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പേര് മാറ്റണമെങ്കിൽ മാറ്റുകയും ചെയ്യാം. ഇത് വേണമെങ്കിൽ ഡെഡ് പ്ലസ് ലൈവ് എന്നുള്ള രീതിയിൽ ഞാൻ ആക്കാം. ഓക്കെ, ആ രീതിയിൽ കൊടുക്കുന്നു. പേര് വേണമെങ്കിൽ മാറ്റാം. ഇവിടെ വേണമെങ്കിൽ ജസ്റ്റ് ഡെഡ് ലോഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഡെഡ് ലോഡ് എന്നുള്ള രീതിയിൽ മാത്രം അങ്ങനെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പേരുകൾ മാറ്റണമെങ്കിൽ മാറ്റാം. അതിന് വലിയൊരു സിഗ്നിഫിക്കൻസ് ഇല്ല. ജസ്റ്റ് ഓക്കെ കൊടുത്തു. അപ്പൊ ഞാനിവിടെ ഡിഫൈനിൽ ലോഡ് പാറ്റേൺസ് കൊടുത്തു. ഏതൊക്കെ ലോഡ് വരണം എന്നുള്ള കൊടുത്തു. ലോഡ് കേസസ് ആൻഡ് ലോഡ് കോമ്പിനേഷൻസ് ഞാൻ ഇവിടെ കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇപ്പൊ ഞാൻ സെക്ഷൻസ് എല്ലാം ഡിഫൈൻ ചെയ്തു, ലോഡ് എല്ലാം ഡിഫൈൻ ചെയ്തു. അതൊന്നും ഈ സ്ട്രക്ചറിലേക്ക് ഞാൻ കൊടുത്തിട്ടില്ല. ഇനി ആ ഡിഫൈൻ ചെയ്ത സംഭവങ്ങളൊക്കെ ഈ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരണം, അല്ലെ? എന്നാലല്ലേ നമ്മൾ ആ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആ ഒരു കോളത്തിന്റെ സൈസ് നമ്മൾ ഈ വരച്ച കോളത്തിലേക്ക് വരുള്ളൂ. അതുപോലെ ബീമിന്റെ ആ സൈസ് ഈ വരച്ചിരിക്കുന്നതിന്റെ അകത്തേക്ക് വരുള്ളൂ. അതുപോലെ സ്ലാബിന്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇതിൽ അസൈൻ ചെയ്യണം. ഓക്കെ, അപ്പൊ അസൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഉള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏതൊക്കെ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പൊ സെലക്ട് ചെയ്യാൻ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഞാനിവിടെ സെലക്ട് ഓപ്ഷൻ എടുത്ത് ഞാൻ കോർഡിനേറ്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുകയാണ്. പല രീതിയിൽ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ലൈൻസ് പാരലൽ ടു പല ഓപ്ഷൻസ് ഉണ്ട്. പ്രോപ്പർട്ടീസ്, അങ്ങനെ പല രീതിയിൽ നമുക്ക് എടുക്കാം. ഞാനിവിടെ തൽക്കാലത്തേക്ക് സെലക്ട് കോർഡിനേറ്റ് സ്പെസിഫിക്കേഷൻ, അതിൽ സ്പെസിഫൈഡ് കോർഡിനേറ്റ് റേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുവാണ്. സ്പെസിഫൈഡ് കോർഡിനേറ്റ് റേഞ്ച് എടുത്തിട്ട് അതിൽ ഞാൻ സ്ലാബുകൾ മാത്രം മതി. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ പോയിന്റ്, ലൈന്, സോളിഡ്, ലിങ്ക് ഒക്കെ ഒഴിവാക്കി ഏരിയ മാത്രം ഞാൻ ടിക്ക് ചെയ്തു. ഏരിയ മാത്രം ടിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് വേണമെങ്കിൽ ഇതിൽ ഏതിന്റെ വാല്യൂവിന്റെ ഇടയ്ക്ക് വരുന്നതാണെങ്കിൽ, ഇപ്പം സെറ്റ് വൈസ് ആണെങ്കിൽ 0 തൊട്ട് 19 വരെ ഉണ്ട്. വേണമെങ്കിൽ അങ്ങനെ ഒരു റേഞ്ച് കൊടുക്കാം. അല്ലെങ്കിൽ 5 മുതൽ 10 വരെ മീറ്ററിന്റെ ഇടയ്ക്കുള്ള ഏരിയ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഒരു സിംഗിൾ വാല്യൂ മാത്രം, അതായത് ഹൈറ്റ് ഇപ്പൊ ഒരു 5 മീറ്റർ കഴിയുമ്പോൾ അല്ലെങ്കിൽ 3.5 മീറ്റർ കഴിയുമ്പോൾ ആ കറസ്പോണ്ടിങ് ഹൈറ്റിലുള്ള സ്ലാബുകൾ മാത്രം സെലക്ട് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ബിറ്റ്വീൻ 2 വാല്യൂസ്, ഔട്ട്സൈഡ് ഓഫ് 2 വാല്യൂസ്, 2 വാല്യൂസ് സെലക്ട് ചെയ്തിട്ട് അതിന്റെ പുറത്തുള്ള വാല്യൂസ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഏരിയ മാത്രം ഞാൻ സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഏരിയ മാത്രം സെലക്ട് ചെയ്ത് ഞാൻ ഓക്കെ കൊടുക്കുവാണ്. ഓക്കെ കൊടുത്തപ്പോൾ നിങ്ങൾ നോക്കി അവിടെ കാണാം എല്ലാ സ്ലാബും ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്, അല്ലെ? അതായത് ഇപ്പം XY വ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പം പ്ലിന്ത് ബീമിന്റെ ആയതുകൊണ്ടാണ് ഇതിൽ സ്ലാബ് ഇല്ലാത്തത്. മുകളിലേക്കുള്ള ഭാഗത്ത് ഗ്രൗണ്ട് ഫ്ലോറിന്റെ സ്ലാബ് അതെല്ലാം സെലക്റ്റഡ് ആണ്. ഡോട്ടഡിൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ നെക്സ്റ്റ് ഫ്ലോറിൽ എല്ലാ സ്ലാബുകളും ഇവിടെ സെലക്റ്റഡ് ആണ്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ സ്ലാബിലേക്ക് അസൈൻ ചെയ്യണം, അല്ലെ? അതായത് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ സെക്ഷൻ ഇതിലേക്ക് അസൈൻ ചെയ്യണം.
അതിന് അസൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഡിഫൈൻ ചെയ്ത കാര്യം നമ്മുടെ സ്ട്രക്ചറിലേക്ക് അസൈൻ ചെയ്യണം. അപ്പൊ അസൈൻ എടുക്കുക, അസൈനിൽ ഏരിയ എന്ന് പറയുന്നത് എടുക്കുക, ഏരിയ സെക്ഷൻസ് ആണല്ലോ, അപ്പൊ ഏരിയ സെക്ഷൻസ് സെലക്ട് ചെയ്യുക. അതിൽ സ്ലാബ് 0.15 എന്നുള്ളതാണല്ലോ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. കോൺക്രീറ്റും റീഇൻഫോഴ്സ്മെന്റ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ലാബിന്റെ അകത്ത്, അത് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, നിങ്ങൾ എടുത്തിരിക്കുന്ന സ്ലാബിൽ മൊത്തം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആ ഒരു പേര് വന്നിട്ടുണ്ടാവും, സ്ലാബ് 0.15. ഹൈറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, എല്ലാ ഇതിലും നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ സ്ലാബുകളിലും ആ ഒരു സെക്ഷൻ അസൈൻഡ് ആയിട്ടുണ്ട്. ഇപ്പൊ സ്ലാബ് ഓക്കെ ആയി. ഇനി നമുക്ക് എന്ത് വേണം, ബീമുകൾ സെലക്ട് ചെയ്യണം അല്ലെ, ബീമുകൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് ബീമിൽ നമുക്ക് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സെക്ഷൻ നമ്മൾ ഇതിനകത്തേക്ക് അസൈൻ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യണം. ഫസ്റ്റ് സെലക്ട് കൊടുക്കുക. സെലക്ട് ലൈൻസ് പാരലൽ ടു എന്ന് പറഞ്ഞ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ സെലക്ട് ചെയ്യാം. സെലക്ട് ലൈൻസ് പാരലൽ ടു എടുത്തിട്ട് കോർഡിനേറ്റ് ആക്സിസ് ഓർ പ്ലെയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. അതായത് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് സെലക്ട് ചെയ്യാം. എടുത്തിട്ട് നമുക്ക് പാരലൽ ടു സ്പെസിഫൈഡ് ഐറ്റംസ്, എക്സും വൈ ആക്സിസിലുള്ളത് മാത്രം, അതായത് മൊത്തം ബീമുകൾ ഇപ്പൊ സെലക്ട് ആവും. എക്സ് ആക്സിസിലും വൈ ആക്സിസിലുമാണ് ബീം, ഇസഡ് ആക്സിസിൽ കോളം ആണ്. അപ്പൊ എക്സ് വൈ ആക്സിസിലുള്ള എല്ലാ ലൈനുകളും സെലക്ട് ചെയ്യാനുള്ളതാണ് ഞാനിപ്പോ എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ എല്ലാ ബീമുകൾക്കും സെയിം സൈസ് തന്നെ കൊടുക്കുവാണ്. നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ ഇൻഡിവിജ്വലി ആ ബീമിനനുസരിച്ചുള്ള സൈസ് ഓരോന്ന് ഡിഫൈൻ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് അസൈൻ ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ മൊത്തത്തിൽ സെയിം ആയിട്ട് തന്നെ കൊടുക്കുകയാണ്. എക്സ് ആൻഡ് വൈ ആക്സിസ് ഞാനിവിടെ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുക്കുവാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ബീമുകളും ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. എക്സിസഡ് പ്ലെയിൻ എടുത്ത് നോക്കിക്കോ, കോളംസ് ഒന്നും സെലക്ട് ആയിട്ടില്ല, പക്ഷെ ബീമുകളെല്ലാം സെലക്ട് ആയിട്ടുണ്ട്. ഇനി ബീമുകളിലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന സെക്ഷൻ അസൈൻ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇനി അസൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ, അസൈനിൽ ഫ്രെയിം ആണ് എടുക്കേണ്ടത്, കാരണം ബീം ഫ്രെയിം ആണല്ലോ. അപ്പം ഫ്രെയിം എടുക്കുക, ഫ്രെയിം സെക്ഷൻസ് എടുക്കുക. അതിൽ ഇവിടെ ബീം 0.25 by 0.50 എന്ന് പറയുന്ന സെക്ഷൻ എടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ബീമും നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ബീംസിലേക്ക് അസൈൻഡ് ആയി. ആ ഒരു സെക്ഷൻ ഇവിടെ അസൈൻഡ് ആയി. കോൺക്രീറ്റ് അതിന്റെ റീഇൻഫോഴ്സ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ഇതിൽ അസൈൻഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ബീം നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് കോളമിലേക്ക് അസൈൻ ചെയ്യണം സെക്ഷൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കോളം സെലക്ട് ചെയ്യണം. അപ്പോൾ സെലക്ട് ചെയ്യുന്നതിന് സെലക്ട് ഓപ്ഷൻ എടുത്തു, സെലക്ട് കൊടുത്തു. അതിൽ സെലക്ട് ലൈൻസ് പാരലൽ ടു വെച്ച് തന്നെ ഞാൻ സെലക്ട് ചെയ്യാണ്. കോർഡിനേറ്റ് ആക്സിസ് ഓർ പ്ലെയിൻ, അതിൽ എക്സും വൈയും ഞാൻ ടിക്ക് ഒഴിവാക്കിയിട്ട് ഇസഡ് ആക്സിസിൽ മാത്രം ഉള്ളത്, അതായത് കോളമാണ് ഇസഡ് ആക്സിസിൽ വരുന്നത്, അത് മാത്രം ഞാൻ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 3D വ്യൂവിൽ എല്ലാ കോളംസും സെലക്ടഡ് ആയിട്ടുള്ള കാണാം. എക്സിസഡ് വ്യൂ എടുക്കുമ്പോൾ കണ്ടോ, എല്ലാ കോളംസും ഇവിടെ സെലക്ടഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി കോളത്തിലേക്ക് കോളത്തിന്റെ സെക്ഷൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇനി അസൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. അസൈൻ കൊടുക്കുക, ഫ്രെയിം കൊടുക്കുക, ഫ്രെയിം സെക്ഷൻസ് എടുക്കുക. അതിൽ കോളത്തിന്റെ സൈസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കോളം ഇതിലേക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കോളവും സെറ്റായി. കോളം, ബീം, സ്ലാബ് നമ്മളിപ്പോ ഇതിലേക്ക് നമ്മൾ വരച്ചയിലേക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വേണമെങ്കിൽ വേറൊരു വ്യൂ എടുത്ത് നോക്കിയാൽ ഇവിടെ കോളം അതിന്റെ സൈസ് ഇവിടെ അസൈൻഡ് ആയിട്ടുള്ള നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള എല്ലാ സെക്ഷൻസും ഇതിലേക്ക് കൊണ്ടുവന്നു. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഇനി ചെയ്യാനുള്ളത്, നമ്മളിപ്പോ ഫൗണ്ടേഷന്റെ കാര്യം ഇപ്പൊ ഇവിടെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല അല്ലെ, ഫൗണ്ടേഷൻ നമ്മൾ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ഫൗണ്ടേഷൻ സാപ്പിൽ ചെയ്യുമ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഫിക്സ് ആക്കി വെക്കുക ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള കമ്പോണൻസ് ബീമും കോളംസ് ഒക്കെ ഡിസൈൻ ചെയ്തെടുക്കുക ചെയ്യാം. അപ്പൊ നമ്മൾ അതൊന്ന് ആദ്യം സെറ്റ് ചെയ്യാം. ഇതിന്റെ ഫൗണ്ടേഷൻ, അതായത് ഇവിടെ കോളം വന്ന് എൻഡ് ചെയ്യുന്നുണ്ടല്ലോ, അതായത് ഈ എൻഡിലൊക്കെ നമ്മൾ ഫിക്സ്ഡ് എന്ന് പറയുന്ന എൻഡ് കണ്ടീഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടി ഞാൻ XY വ്യൂ എടുത്തു. XY വ്യൂ എടുത്തിട്ട് ഞാൻ ഏറ്റവും ബോട്ടത്തിലെ ഫ്ലോറിലേക്ക് പോവാണ്, അതായത് ഏറ്റവും ആ ഫൗണ്ടേഷന്റെ ലെവലിലേക്ക് പോവാണ്. ഇതാണ് ഫൗണ്ടേഷൻ ലെവൽ, ഏറ്റവും ബോട്ടം. എന്നിട്ട് ഞാൻ ഇതിന്റെ ബോട്ടത്തിലുള്ള പാർട്ട് മൊത്തം സെലക്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ജസ്റ്റ് മൗസ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് ഫുൾ ആ ബോട്ടം പോർഷൻ സെലക്ട് ആവുന്ന രീതിയിൽ ഡ്രാഗ് ചെയ്ത് വെക്കുവാണ്. ഇത് ജസ്റ്റ് ഞാൻ ആ ക്ലിക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, എല്ലാ ബോട്ടത്തിലുള്ള ആ കോളത്തിന്റെ എൻഡും സെലക്ട് ആയിട്ടുണ്ട്. ഇനി ആ കോളത്തിന്റെ എൻഡിലേക്ക് ഞാൻ സപ്പോർട്ട് കണ്ടീഷൻ കൊടുക്കാൻ പോവാണ്. സപ്പോർട്ട് ഫിക്സ് ചെയ്യാണ്. അപ്പൊ സപ്പോർട്ട് ഫിക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ബീമും ഫ്രെയിമും ഡ്രസ്സൊക്കെ ചെയ്തപ്പോൾ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെയാണ്. അപ്പൊ അതെങ്ങനെയാ ചെയ്തിട്ടുള്ളത്, അസൈൻ എടുക്കുക, അസൈനിൽ ജോയിന്റ് എടുക്കുക,
അസൈനിൽ ജോയിന്റിൽ റിസ്ട്രെയിൻസ് അതിൽ ഫിക്സ്ഡ് ആണെങ്കിൽ ഫിക്സ്ഡ് കൊടുക്കുമ്പോൾ റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ റിസ്ട്രെയിൻഡ് ആവും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഫൗണ്ടേഷൻ ഫിക്സ്ഡ് ആയിട്ട് സെറ്റായി. ഇനി നമ്മൾ വേണമെങ്കിൽ എക്സിസെറ്റ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, താഴെ ആ ഫൗണ്ടേഷന്റെ ഏറ്റവും ബോട്ടത്തിലായിട്ട് അവിടെ ഫിക്സ്ഡ് എൻഡ് കണ്ടീഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഫൗണ്ടേഷന്റെ കാര്യം നമ്മൾ സെറ്റ് ചെയ്തു. ഇപ്പൊ നമ്മൾ ബീമും ഫ്രെയിമും സ്ലാബൊക്കെ നമ്മൾ ഇതിന്റെ അകത്തേക്ക് പ്രൊവൈഡ് ചെയ്തു അല്ലെ. അതുപോലെ ഫൗണ്ടേഷന്റെ കാര്യങ്ങളും അസൈൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതായിട്ടുള്ളത്? ഇനി നമുക്ക് ഇതിലേക്ക് ലോഡ് കൊടുക്കണം അല്ലെ. ലോഡ് കൊടുക്കണ്ടേ? അപ്പൊ നമ്മളെല്ലാം ഇതായി. ഇനി ഇതിൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്ട്രക്ചറിലേക്ക് വരുന്ന ലോഡ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ലോഡ് കൊടുക്കുന്നത്, അതായത് ഡെഡ് ലോഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഓട്ടോമാറ്റിക്കലി എടുത്തോളും അല്ലെ. ഡെഡ് ലോഡ് സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി എടുത്തോളും. നമ്മൾ സെൽഫ് വെയിറ്റ് മൾട്ടിപ്ലയർ 1 ഒക്കെ കൊടുത്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ സെൽഫ് വെയിറ്റ് ഓട്ടോമാറ്റിക്കലി എടുക്കും. ഇനി ലൈവ് ലോഡ് നമ്മൾ കൊടുക്കണം. അപ്പൊ ലൈവ് ലോഡ് നമ്മൾ എടുക്കാനായിട്ട് കോഡ് ഉണ്ട്, IS 875 അല്ലെങ്കിൽ IS 875 കോഡ്. അതിന്റെ പാർട്ട് 2ലാണ് ലൈവ് ലോഡ് വരുന്നത്. അപ്പൊ അത് പ്രകാരം നമുക്ക് ലൈവ് ലോഡ് കൊടുക്കാം. അത് ഓരോ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഹോസ്പിറ്റൽ ആണോ, സ്കൂളാണോ, ഏത് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ആണ്, അതുപോലെ ഏത് റൂമാണ്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അതിൽ വരുന്ന ലോഡുകൾ. ഓക്കെ, അപ്പൊ ഞാനിവിടെ എല്ലാം സെയിം ഒരു വാല്യൂ തന്നെ കൊടുക്കുവാണ്. ഞാനിവിടെ ലൈവ് ലോഡ് 4 kN/m² എന്നുള്ള രീതിയിൽ കൊടുക്കുവാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്ലാബിലാണല്ലോ. അപ്പൊ ഞാൻ സ്ലാബ് സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി സെക്ഷൻസ് എല്ലാം അസൈൻ ചെയ്തിട്ടുണ്ട്. ഏരിയ സെക്ഷൻസ് ആൻഡ് ഫ്രെയിം സെക്ഷൻസ് ഞാൻ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഡയറക്റ്റ് എനിക്ക് സെലക്ട് ചെയ്യുമ്പോൾ ആ സെക്ഷൻ വെച്ചിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ മുന്നേ കാണിച്ചത് സെലക്ഷൻ കാണിച്ചത് കോർഡിനേറ്റ് സ്പെസിഫിക്കേഷൻ വെച്ച് സെലക്ട് ചെയ്യുന്നത് പറഞ്ഞു. സെലക്ട് ലൈൻസ് പാരലൽ ടു ഓപ്ഷൻ വെച്ച് സെലക്ട് ചെയ്യുന്നത് പറഞ്ഞു. ഇനി പ്രോപ്പർട്ടീസ് വെച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. പ്രോപ്പർട്ടീസ്, അപ്പൊ ഞാൻ സെലക്ടില് പ്രോപ്പർട്ടീസ് എടുത്തു. അതിൽ ഇപ്പൊ സ്ലാബ് ആണല്ലോ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഏരിയ സെക്ഷൻസ് എടുത്തു. അപ്പൊ ഏരിയ സെക്ഷനിൽ എടുക്കുമ്പോൾ അവിടെ സ്ലാബ് 0.15 എന്ന് പറഞ്ഞ് കാണാം. അപ്പൊ ഞാൻ ഇത് സെലക്ട് ചെയ്താൽ സ്ലാബ് 0.15 തിക്നെസ് ഉള്ള സ്ലാബ് എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ സെലക്ട് ആവും. അപ്പൊ ഞാൻ ഇത് കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എല്ലാ സ്ലാബുകളും സെലക്ടഡ് ആയിട്ടുള്ള കാണാം. കണ്ടോ, സ്ലാബുകൾ എവിടെയുണ്ടോ അതൊക്കെ സെലക്ടഡ് ആയിട്ട് കാണാം. ഇനി ഇതിലേക്ക് ലോഡ് കൊടുക്കണം. ലോഡ് കൊടുക്കാനായിട്ട് അസൈൻ. ഓക്കെ, സെക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ലോഡ് ആണെങ്കിലൊക്കെ നമ്മൾ കൊടുക്കണമെങ്കിൽ അസൈൻ ഓപ്ഷൻ ആണ്. അസൈൻ എടുക്കുക. അതിൽ ഏരിയ ലോഡ്സ് കൊടുക്കുക. ഏരിയ ലോഡ് കൊടുക്കുക. അതില് സ്ലാബിന്റെ ലോഡ് നമ്മൾ കൊടുക്കുന്നത് യൂണിഫോം ഷെൽ എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ്. അതായത് അസൈനിൽ ഏരിയ ലോഡാണ്. സ്ലാബിന്റെ ലോഡ് ആകുമ്പോൾ സ്ലാബ് ഏരിയ സെക്ഷൻ ആയതുകൊണ്ട് ഏരിയ ലോഡാണ്. അതിൽ യൂണിഫോം ഷെൽ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. യൂണിഫോം ഷെൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇവിടെ ലോഡിന്റെ പാറ്റേൺ ലൈവ് ലോഡ് ആണ്, ലോഡ് പാറ്റേൺ. ഓക്കെ, ഇനി ഇവിടെ ലോഡിന്റെ വാല്യൂ കൊടുക്കാം. ലോഡിന്റെ വാല്യൂ 4 എന്ന് പറഞ്ഞു കൊടുക്കുവാണ്. ഡയറക്ഷൻ ഗ്രാവിറ്റി ആയതുകൊണ്ട് ജസ്റ്റ് വാല്യൂ മാത്രം കൊടുത്താൽ മതി. ഇസഡ് ഡയറക്ഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ ഡയറക്ഷൻ ഗ്രാവിറ്റി അല്ല വേറെ ഏതെങ്കിലും ഡയറക്ഷൻ ആയിരുന്നെങ്കിൽ, ഇസഡ് ഡയറക്ഷൻ ആയിരുന്നെങ്കിൽ നമ്മൾ മൈനസ് വെച്ച് കൊടുക്കണം. ഇപ്പൊ ഗ്രാവിറ്റി ആയതുകൊണ്ട് ജസ്റ്റ് ആ വാല്യൂ 4 കൊടുത്താൽ താഴോട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ആഡ് അല്ലെങ്കിൽ റീപ്ലേസ് കൊടുക്കാം. റീപ്ലേസ് കൊടുത്താൽ ഓൾറെഡി അവിടെ വേറെ ഏതെങ്കിലും ലോഡ് ഉണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഈ ലോഡ് വരും. വെറും ആഡ് ആണ് കൊടുക്കുന്നെങ്കിൽ ഓൾറെഡി അവിടെ ലോഡ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ആഡ് ആയി. അപ്പം ഏത് കൊടുത്താലും നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഏത് കൊടുത്താലും കുഴപ്പമില്ല. ഞാനിത് മാറ്റുന്നില്ല. ഓക്കെ കൊടുക്കുവാണ്. ഓക്കെ, ഇപ്പൊ ഓക്കെ കൊടുത്തപ്പോ സ്ലാബിലെല്ലാം ലോഡ് വന്നു. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 0 0 -4. ഓക്കെ, 0 0 -4 അതായത് എക്സ് ആക്സിസിലുള്ള ലോഡ്, വൈ ആക്സിസിലുള്ള ലോഡ്, ഇസഡ് ആക്സിസിലുള്ള ലോഡ് അതാണ്. അപ്പൊ ഇസഡ് ആക്സിസിൽ -4 താഴോട്ടേക്ക് ലോഡ് ആക്ട് ചെയ്യുന്നു. അപ്പൊ അത് സെറ്റായി. എല്ലാ സ്ലാബിലും ആ ലൈവ് ലോഡ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സ്ലാബ് എന്നുള്ള അതിന്റെ ഓൺ വെയിറ്റും ഈ ലൈവ് ലോഡും കൂടെ ബീമിലേക്ക് ട്രാൻസ്ഫർ ആയിക്കോളും ഓട്ടോമാറ്റിക്കലി. വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ടതായിട്ടില്ല. ഇനി വേറെ ഏത് ലോഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഇപ്പം ഫ്രെയിം വെച്ച് നമ്മൾ കെട്ടിക്കഴിഞ്ഞാലും അതിൽ നമ്മൾ വാള് പ്രൊവൈഡ് ചെയ്യും അല്ലെ. വാള് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ വാളിന്റെ വെയിറ്റ് നമ്മൾ ഇതിലേക്ക് കൺസിഡർ ചെയ്യണം. അപ്പൊ വാളിന്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് പാർട്ടീഷൻ വാൾ ആവാം, അല്ലെങ്കിൽ മെയിൻ ബ്രിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ലാറ്ററേറ്റ് വെച്ചിട്ടോ ഒക്കെയുള്ള വാൾ ആയിരിക്കാം. അപ്പം അത് നമ്മൾ എങ്ങനെയാ പ്രൊവൈഡ് ചെയ്യേണ്ടത് നോക്കാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ ബീം എന്ന് പറയുന്നത് ഇപ്പോൾ 6 മീറ്റർ സ്പാൻ ഉള്ള ഒരു ബീം ആണെങ്കിൽ നമ്മളിപ്പോ കൊടുത്തതിൽ ഒരു 6 മീറ്റർ സ്പാനുള്ള ബീം ഉണ്ട്. ഓക്കെ, 6 മീറ്റർ സ്പാനുള്ള ബീം. ഓക്കെ, ഇതിന്റെ മേലെ വാള് വരുവാണ്. ഓക്കെ, ഇതിന്റെ മുകളിലായിട്ട് വാള് വരുവാണ്.
ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നാലും അതിന്റെ മേലെ വോള് വരുവാണ്. ഇപ്പൊ ലാറ്ററൈറ്റിന്റെ വോള് തന്നെയാന്ന് വിചാരിച്ചു. ഓക്കെ, മേലെ വോള് വരുന്നു, താഴെയുള്ളത് ബീമാണ്. അപ്പോൾ അത് ഏത് വോള്, ബ്രിക്ക് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് വോളാണ് കൺസിഡർ ചെയ്യുക. ഇതിന്റെ താഴെയുള്ളത് ബീമാണ്. ഓക്കെ, അപ്പൊ ഇത് 6 മീറ്റർ ആണ്. അപ്പൊ ഈ വോളിന്റെ ഈ ലെങ്ത്, ബോട്ടത്തിലുള്ള ലെങ്ത് 6 മീറ്റർ ആണ്. ഇതിനൊരു തിക്നെസ് ഉണ്ട്, വോൾ തിക്നെസ് ഉണ്ട് അല്ലെ, വോൾ തിക്നെസ് ഉണ്ട്. അതുപോലെ ഇവിടെ ബീമിന് ഒരു തിക്നെസ് ഉണ്ടാവും. അപ്പൊ ഈ വോൾ തിക്നെസ് ഞാൻ 0.25 മീറ്റർ എന്നുള്ള രീതിയിൽ എടുക്കുവാണ്, 25 സെന്റിമീറ്റർ. ഓക്കെ, അത് എടുക്കുവാണ്. അതുപോലെ ഇതിന്റെ ഹൈറ്റ്, വോളിന്റെ ഹൈറ്റ് നമ്മൾ 3.5 ആണല്ലോ കൺസിഡർ ചെയ്ത്, അപ്പൊ അത് തന്നെ ഞാൻ ഫുൾ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വോളിന്റെ ഹൈറ്റ് 3.5, അതിന്റെ ഹൈറ്റ് കിട്ടി, ലെങ്ത് 6, തിക്നെസ് 0.25. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് ഈ 6 മീറ്റർ സ്പാനിൽ വരുന്ന UDL ആണ് വേണ്ടത്. ബീമിലേക്ക് UDL ആയിട്ടാണല്ലോ ലോഡ് ആക്ട് ചെയ്യുക. അപ്പം ടോട്ടൽ ഇതിന്റെ ഇപ്പൊ ലാറ്ററൈറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കിപ്പോ ഒരു 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് അതിന്റെ യൂണിറ്റ് വെയിറ്റ് അസ്യൂം ചെയ്യാം. 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ് ഇതിന്റെ യൂണിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ ഡെൻസിറ്റി. ഓക്കെ, ഈ വോളിന്റെ ഇപ്പോൾ 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണെങ്കിൽ ഇതിലേക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ലോഡ് വരും നോക്കാം. അപ്പൊ 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പം ഇതിനെ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആക്കണമെങ്കിൽ ഇൻറ്റു മീറ്റർ സ്ക്വയർ വരണം. അപ്പൊ ഏതൊക്കെയാ മീറ്റേഴ്സ് അതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? നമ്മളിപ്പം ഈ ലെങ്ത്തിലാണ് ലോഡ് വരേണ്ടതെങ്കിൽ ഈ ലെങ്ത് നമ്മൾ ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. മറ്റ് 2 ഡയമെൻഷൻസ് 3.5ഉം 0.25 ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 3.5 ആൻഡ് 0.25 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 6 മീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണ് പെർ മീറ്ററിൽ വരുന്ന ലോഡ് എന്നുള്ളത് കിട്ടും. അപ്പൊ 3.5 0.5 ആണ്. കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ആ ലോഡ് തന്നെ കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പം 20 തിക്നെസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. 20 ആണെങ്കിൽ 20 വോൾ തിക്നെസ് ആണെങ്കിൽ 3.5 അങ്ങനെയും കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 20 ആണ് വരുന്നെങ്കിൽ 14 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, 14 വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ 14 ഈ തിക്നെസ് 20 ആണെങ്കിൽ 14 ആണ്, 25 ആണെങ്കിൽ 17.5 ആണ്. അപ്പം 14 വെച്ചിട്ട് ഞാൻ ചെയ്യാണ്. അപ്പോൾ എല്ലാ ബീമിലും ഈ ഒരു ലോഡ് ഞാൻ കൊടുക്കുവാണ്. ഓക്കെ, പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ ഏതെങ്കിലും ബീമുകളിൽ ലോഡ് വരുന്നില്ലെങ്കിൽ അത് കൊടുക്കണം നിർബന്ധമില്ല. എന്നാൽ ഞാൻ ഇതിലെല്ലാത്തിലും കൊടുക്കും. ഓക്കെ, അപ്പം അത് കൊടുക്കാനായിട്ട് ആദ്യം എന്ത് ചെയ്യണം, ബീമുകളെല്ലാം സെലക്ട് ചെയ്യണം അല്ലെ. ഏറ്റവും ടോപ്പിൽ കൊടുക്കണം എന്നില്ല, റൂഫ് ആണല്ലോ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ മുകളിലേക്ക് വോള് കെട്ടണം എന്നില്ല. ബാക്കിയുള്ളതിലൊക്കെ ഞാൻ കെട്ടുന്നതായിട്ട് കാണിക്കുവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ ബീമുകളും ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്യാണ്. സെലക്ട് കൊടുത്തു, സെലക്ട്. ഓക്കെ, സെലക്ടില് പ്രോപ്പർട്ടീസ് എടുത്തു, ഫ്രെയിം സെക്ഷൻ എടുത്തു, ബീം കൊടുത്തു. അപ്പൊ എല്ലാ ബീമുകളും സെലക്ടഡ് ആയിട്ടുണ്ട്. ആ ഒരു സൈസിലുള്ള എല്ലാ ബീമുകളും സെലക്ടഡ് ആയിട്ടുണ്ട്. വിവിധ തരം സൈസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് സെലക്ട് ചെയ്യാമായിരുന്നു. ഞാനിപ്പോ ഇത് സെലക്ട് ചെയ്തു. ഇനി എനിക്ക് ഏറ്റവും ടോപ്പിലുള്ള ബീം ആവശ്യമില്ലല്ലോ, അത് ഒഴിവാക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ സെലക്ടില് ഡീസെലക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഡീസെലക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ഡീസെലക്ട് ഓപ്ഷനില് കോർഡിനേറ്റ് സ്പെസിഫിക്കേഷൻ എടുക്കാം. ഓക്കെ, അത് ഞാൻ ഒഴിവാക്കാൻ പോയിട്ടാണ് ടോപ്പിലുള്ളത്. ഡീസെലക്ട് ചെയ്യാൻ പോവാം. മറ്റുള്ള എല്ലാ ബീമുകളും സെലക്ട് ചെയ്തു, മുകളിലത്തെ മാത്രം എനിക്ക് വേണ്ട. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എനിക്കിത് ഒഴിവാക്കണം, ടോപ്പിലുള്ള ബീം മാത്രം. അപ്പൊ ഡീസെലക്ട് കോർഡിനേറ്റ് സ്പെസിഫിക്കേഷൻ, സ്പെസിഫൈഡ് കോർഡിനേറ്റ് റേഞ്ച് എടുക്കുക. റേഞ്ച് എടുത്തിട്ട് അതില് ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഓക്കെ, ബീം ലൈൻ ആയിട്ടാണല്ലോ വരുന്നത്, അത് എടുക്കുക. ഇനി ഇതിൽ ഇസഡ് കോർഡിനേറ്റ് ലിമിറ്റ് അറ്റ് സിംഗിൾ വാല്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഇസഡ് ഹൈറ്റിൽ ഒരു സിംഗിൾ വാല്യൂ കൊടുക്കുമ്പോൾ, അപ്പൊ നമ്മളെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 90 മീറ്റർ ആണ്. അപ്പൊ 19th മീറ്ററിലാണ് ഏറ്റവും ടോപ്പിലുള്ള ബീം വരുന്നത്. അപ്പൊ ഈ വാല്യൂ ഞാൻ 19 കൊടുക്കുവാണ് ഇവിടെ. ഓക്കെ, ഇസഡ് കോർഡിനേറ്റ് ലിമിറ്റ്സിൽ അറ്റ് എ സിംഗിൾ വാല്യൂ എന്ന് പറഞ്ഞു കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 19 എന്ന് പറഞ്ഞു കൊടുത്തു. ടോളറൻസ് ഉണ്ട്, +or -1.
മുകളിലേക്ക് 19, 20 അല്ലെങ്കിൽ 18 വരെയുള്ള ലൈനുകളും ഇതിന്റെ കൂടെ കട്ടായി പോകും. വേണമെങ്കിൽ ഇതിൽ കുറച്ച് കൊടുക്കണമെങ്കിൽ 0 ആക്കി കൊടുക്കണമെങ്കിൽ കൊടുക്കാം, കുഴപ്പമില്ല. ഞാനിപ്പോൾ 19 തന്നെ കൊടുക്കുവാണ്, ടോളറൻസ് ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ കൊടുക്കുവാണ്. ഓക്കെ കൊടുത്തപ്പം കണ്ടോ, ഈ ഒരു ഫ്ലോറിലുള്ള എല്ലാ ബീമും ഡീസെലക്ട് ആയി. മറ്റുള്ള ഫ്ലോറുകളിലെ ബീം നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, അതെല്ലാം സെലക്ടഡ് ആയിട്ടാണ്, എന്നാൽ ഏറ്റവും ടോപ്പിലെ മാത്രം അത് ഡീസെലക്ടഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്റെ ഉദ്ദേശം ഇപ്പം ഓക്കെ ആയി. അതായത് ടോപ്പിലുള്ള ബീമുകളെല്ലാം ഒഴിവാക്കി മറ്റുള്ള ബീമെല്ലാം സെലക്ടഡ് ആയിട്ടാണുള്ളത്. ഇനി എന്ത് ചെയ്യണം, അതിലേക്ക് ലോഡ് അസൈൻ ചെയ്യണം. അപ്പൊ അസൈൻ ചെയ്യാനായിട്ട് അസൈൻ ഓപ്ഷൻ എടുത്തു. അസൈൻ ഓപ്ഷൻ എടുത്തിട്ട് ഫ്രെയിം ലോഡ്സ്, ഫ്രെയിം ലോഡ്സ് എടുത്തു. ഫ്രെയിം ലോഡില് ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഫ്രെയിമില്, അസൈനില്, ഫ്രെയിം ലോഡ്സില് ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുമ്പോൾ ഇതിന്റെ ലോഡ് പാറ്റേൺ ഞാൻ ഡെഡ് ആയിട്ട് തന്നെ കൊടുക്കുവാണ്. ഡെഡ് ലോഡ് ആണല്ലോ, അതായത് വാളിന്റെ മുകളില്, ബീമിന്റെ മുകളിൽ വരുന്ന വോൾ അവിടെ തന്നെ സ്ഥിരം നിൽക്കുവാണല്ലോ, അപ്പൊ ഞാൻ ഡെഡ് എന്നുള്ള രീതിയിൽ തന്നെ കൊടുക്കുവാണ്. അതില് ആ ലോഡിന്റെ മാഗ്നിറ്റ്യൂഡ്, യൂണിഫോം ലോഡ്, ഡയറക്ഷൻ ഗ്രാവിറ്റി ആണ്, അതിന്റെ വാല്യൂ 14. വേറെ ഒന്നും ചെയ്യേണ്ട, ഈ താഴെ യൂണിഫോം ലോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് 14 കൊടുക്കുക. ലോഡ് പാറ്റേൺ നെയിം ഡെഡ് തന്നെ കൊടുക്കുവാണ്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പൊ എക്സിസെഡ് വ്യൂ ഞാൻ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, എല്ലാ ഫ്ലോറിലുള്ള ഏറ്റവും ടോപ്പിലെ ബീമിൽ മാത്രമില്ല, മറ്റുള്ള എല്ലാ ബീമുകളിലും ഈ 14 എന്ന് പറയുന്ന ആ വോളിന്റെ ലോഡ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഏത് ആക്സിസിൽ വേണമെങ്കിലും എടുത്തു നോക്കാം, അത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് കൊടുക്കേണ്ടതായിട്ടുള്ള എല്ലാ ലോഡും കൊടുത്തു. സ്ലാബിൽ കൊടുക്കേണ്ട ലൈവ് ലോഡ് കൊടുത്തു, വോളിന്റെ ലോഡ് കൊടുത്തു, എല്ലാ ലോഡുകളും നമ്മളിപ്പോ ഇതിന്റെ അകത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനായിട്ടുള്ളത് ഇത് അനലൈസ് ചെയ്യാന്നുള്ളതാണ്. അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അനലൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു. ഇത് ഫൈനൽ നമ്മുടെ അനലൈസ് ഡിസൈൻ രണ്ടെണ്ണം കൂടി എനിക്ക് ചെയ്യാനുള്ള അനലൈസ് എടുത്തു. അനലൈസിസിൽ റൺ അനാലിസിസ് എടുത്തു. റൺ അനാലിസിസ് കൊടുത്തിട്ട് ഇതിന്റെ അകത്ത് ഡിസൈൻ കേസ് എന്ന് പറഞ്ഞൊരു കേസ് നമ്മൾ സെറ്റ് ചെയ്തിരുന്നു അല്ലെ. അപ്പോൾ ആ ഒരു കേസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൺ ചെയ്യിക്കാൻ പറ്റും. അപ്പൊ അതാണ് ലോഡ് കേസ് ഡിഫൈൻ ചെയ്യുന്നതിന്റെ ഗുണം. അപ്പൊ ഞാനിവിടെ റൺ ഓർ ഡു നോട്ട് റൺ ഓൾ കൊടുത്തിട്ട് ഡിസൈൻ കേസ് മാത്രം ഞാൻ റൺ ചെയ്യുകയാണ്. ഡിസൈൻ കേസ് മാത്രം റൺ ചെയ്യുകയാണ്, അതില് റൺ ആവും. റൺ ചെയ്തപ്പോ അവിടെ ഡിസൈൻ കേസ് കാണാനായിട്ട് സാധിക്കുന്നു. കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനാലിസിസ് നമ്മളിവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മളിപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചെയ്യുമ്പോൾ ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആൻഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ടോപ്പിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയുള്ള ഈ ഒരു ഓപ്ഷൻ, അതായത് അതിന്റെ ഡിഫോംഡ് ഷേപ്പ് അല്ലെങ്കിൽ ഷോ ഫോഴ്സസ് ഓർ സ്ട്രെസ്സസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സൈഡിൽ ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഫ്രെയിംസ് ഓർ കേബിൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിൽ ഡിസൈൻ കേസ് കോംബോ ഡിസൈൻ കേസ് തന്നെ എടുക്കുക. മൊമെന്റ് എടുക്കുക. ഷോ വാല്യൂസ് ഓൺ ദ ഡയഗ്രാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മൊത്തം എല്ലാത്തിലും വരുന്ന ബെൻഡിങ് മൊമെന്റ് കാണാൻ പറ്റും. വൈ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓരോന്നിലും വരുന്ന ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വരുന്ന മൊമെന്റിന്റെ വാല്യൂ മൊത്തം മിഡിലിൽ വരുന്നതും സപ്പോർട്ടിൽ വരുന്നതുമായിട്ടുള്ള എല്ലാ വാല്യൂസും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂസും കാണാം. ഇപ്പൊ എടുത്തിരിക്കുന്നത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. അത് നമ്മൾ ബീമും ഫ്രെയിം ഒക്കെ ചെയ്ത പോലെ തന്നെ സേവ് ചെയ്യുക, പ്ലോട്ട് ചെയ്യുക, അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കണം. ഇനി നമുക്ക് ഷിയർ ഫോഴ്സിന്റെ വാല്യൂസ് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഫ്രെയിംസ് ഓർ കേബിൾസ് എടുക്കുക. അതിൽ ഷിയർ ഇൻ ടു ഡയറക്ഷൻ ആണ് എടുക്കേണ്ടത്. കൊടുത്തു കഴിഞ്ഞാൽ അത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആയി മാറി. അപ്പൊ അതില് നിങ്ങൾക്ക് വേറൊരു വ്യൂവിൽ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓരോ ഇതിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബീമിന്റെയും കോളത്തിന്റെയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഇതാണ് അനാലിസിസ് ചെയ്തിട്ട് നമ്മൾ എടുക്കേണ്ട റിസൾട്ട്. ഏതെങ്കിലും കറസ്പോണ്ടിങ് ബീമിന്റെ ഷിയർ ഫോഴ്സ് മാത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ കറസ്പോണ്ടിങ് ബീമിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഷിയർ ഫോഴ്സും കാണാം, ബീമിന്റെ മൊമെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പം ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് എത്ര റീഇൻഫോഴ്സ്മെന്റ് വേണം ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കുമല്ലോ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഡിസൈൻ ചെയ്യാം. ഫസ്റ്റ് ഞാനിത് 3D വ്യൂ തന്നെ ആക്കി വെച്ചു. ഞാൻ ഡിസൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുവാണ്. ഡിസൈനിൽ കോൺക്രീറ്റ് ഫ്രെയിം ഡിസൈൻ, ഇത് നമുക്ക് എക്സാമിന്
അല്ലെങ്കിൽ നമുക്ക് ഇത് പഠിക്കുന്നതിൽ നമുക്ക് വേണമെന്ന് നിർബന്ധമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. കോൺക്രീറ്റ് ഫ്രെയിം ഡിസൈൻ അഥവാ ചോദിക്കുകയാണെങ്കിൽ ചെയ്യാനും അറിഞ്ഞിരിക്കണം. കോൺക്രീറ്റ് ഫ്രെയിം ഡിസൈൻ, അതിൽ സ്റ്റാർട്ട് ഡിസൈൻ ഓർ ചെക്ക് ഓഫ് ദ സ്ട്രക്ചർ അത് കൊടുത്തു. ഓക്കെ, ഡിസൈൻ കംപ്ലീറ്റഡ് ആയി. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ CS ലൊക്കെ പഠിക്കുന്ന ഡിസൈൻ നമ്മൾ വലിയൊരു സ്ട്രക്ചറിന്റെ അനലൈസ് ചെയ്ത് ഡിസൈൻ ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോ ഏതെങ്കിലും മെമ്പർ ഫെയിൽ ആയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ഡിസൈൻ കോൺക്രീറ്റ് ഫ്രെയിം ഡിസൈനില് വെരിഫൈ ഓൾ മെമ്പേഴ്സ് പാസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യാം. ഒരു കോൺക്രീറ്റ് ഫ്രെയിം എവിടെയോ ഫെയിൽ ആയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്കതൊന്ന് നോക്കാം ഏതാന്നുള്ളത്. ഏതോ ഒന്ന് ഫെയിൽ ആയിട്ടുണ്ട്. അപ്പൊ അത് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊന്നും ഫെയിൽ ആയിട്ടില്ല. ഇതിൽ ഫെയിൽ ആയിട്ട് കാണുന്നില്ല. ഈ വ്യൂവിലും ഫെയിൽ, ഇതാണ്ടേ ഇവിടെ കണ്ടോ, ഓവർ സ്ട്രെസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ റെഡ് കളറിൽ ഓബാർഎസ് കാണിക്കാം. മറ്റേതിലൊക്കെ എന്തുണ്ട്, വാല്യൂ ഉണ്ട്. ഈ ഒരു കോളം മാത്രം കറസ്പോണ്ടിങ് ഇവിടെ ഫെയിൽ ആയിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ കണക്ക് കൂട്ടിയതിനേക്കാളും കൂടുതൽ ലോഡ് അവിടെ വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ ഈ താഴത്തെ ഈ ഫ്ലോറിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്രോസ് സെക്ഷൻ കൂട്ടിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റിന്റെ ഏരിയ കുറച്ചും കൂടി കൂടുതൽ വരുന്ന രീതിയിൽ നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്കിവിടെ ഈ ഒരു കറക്ഷൻ റെക്ടിഫൈ ചെയ്യാം. ഓക്കെ, അതായത് നമ്മൾ ചെയ്യുമ്പോൾ ഇനി ചെയ്യേണ്ടത് ഇവിടെയുള്ള ഈ ലോക്ക് മാറ്റിയിട്ട് നമ്മൾ ഡിഫൈൻ ഒരു സെക്ഷനും കൂടി ഡിഫൈൻ ചെയ്യുക. ഇതിനേക്കാളും കുറച്ചും കൂടി തിക്നെസ് കൂടിയ കോളം കൊടുക്കുക. അത് മൊത്തത്തിൽ ഒന്ന് അസൈൻ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഈ ഒരു ഫ്ലോർ ഹൈറ്റിന്റെ താഴോട്ടുള്ള കോളം മാത്രം ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് വീണ്ടും അനലൈസ് ചെയ്ത് നോക്കാം സേഫ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഡിസൈൻ ഔട്ട്പുട്ട് വേണമെന്നുണ്ടെങ്കിൽ, റീഇൻഫോഴ്സ്മെന്റിന്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ ഓപ്ഷൻ എടുക്കാം. ഡിസ്പ്ലേ ഓപ്ഷനിൽ ഷോ ടേബിൾസ് എടുക്കാം. ഷോ ടേബിൾസിൽ ഡിസൈൻ ഡാറ്റ, കോൺക്രീറ്റ് ഫ്രെയിമിന്റെ ഡിസൈൻ ഡാറ്റ എന്നുള്ള രീതിയിൽ എടുക്കാം. ലോഡ് കേസ് നമുക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് സെലക്റ്റഡ് ആണ്. ഇനി ഇതിൽ ഇവിടെ ഓക്കെ കൊടുക്കാം. ഓക്കെ, ഒരു സെക്കൻഡ്, അത് നമ്മൾ ഏതോ ഒന്നും ഇപ്പോൾ സെലക്റ്റഡ് ആയിട്ടാണുള്ളത്, അപ്പൊ അതൊന്നും ഒഴിവാക്കാമേ. ഡിസ്പ്ലേ, ഷോ ടേബിൾസ്, കോൺക്രീറ്റ് ഫ്രെയിം, ഡിസൈൻ ഡാറ്റ കോൺക്രീറ്റ് ഫ്രെയിം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കോളത്തിൻ്റെതും അതുപോലെ തന്നെ ബീമിന്റെയും സമ്മറി ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് എക്സ്പോർട്ട് ഓൾ ടേബിൾസ് ടു എക്സലിലേക്ക് ഒന്ന് എക്സ്പോർട്ട് ചെയ്യാം ഈ ടേബിൾ. ഓക്കെ, എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ ടേബിൾ കാണാം. ഇപ്പൊ കോളം ആണ്, ഇത് ബീമാണ്. പല സൈസുകളിലുള്ള ബീം, അതായത് ഇപ്പോൾ നമ്മൾ സെയിം കൊടുത്തുകൊണ്ട് ഇത് ഈ ഒരു സൈസ് തന്നെ കാണിക്കുള്ളൂ. ഇനിയിപ്പം പല സൈസുകളിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സൈസുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ബീം കറസ്പോണ്ടിങ് നമ്മൾ കൊടുത്തിരിക്കുന്ന സൈസ് ഒക്കെ കാണാം. ഇനി ഇതിൽ കൊടുത്തിരിക്കുന്നത് ടോപ്പ് റീഇൻഫോഴ്സ്മെന്റ് ഏരിയ, അതായത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിന്റെ ഏരിയകളാണ് ഓരോ ഇതിനും കറസ്പോണ്ടിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ബോട്ടം, ആ ബീമിന് വേണ്ട ബോട്ടം റീഇൻഫോഴ്സ്മെന്റിന്റെ ഏരിയ ആണ്. ഇത് ഷിയർ റീഇൻഫോഴ്സ്മെന്റിന്റെ ഏരിയ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, ഇത് ഒന്ന് സോർട്ട് ചെയ്യാം. ജസ്റ്റ് ഈ ഒരു ബോട്ടത്തിലുള്ള ഏരിയ എടുക്കുക, അതിൽ വരുന്ന മാക്സിമം ഏരിയ എത്രയാന്നുള്ളത് നോക്കാം. മാക്സിമം ഏരിയ നോക്കുമ്പോൾ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ഒന്ന് സോർട്ട് ചെയ്യണം. എക്സ്പാൻഡ് സെലക്ഷൻ കൊടുത്ത് സോർട്ട് ചെയ്യുമ്പോൾ 451, അതായത് 0.00451 മീറ്റർ സ്ക്വയർ ആണ് ബോട്ടത്തിൽ വരുന്ന മാക്സിമം ഏരിയ വരുന്നത്. ഓക്കെ, ഏരിയ റെക്കോർഡ് ആയിട്ടുള്ളത്. ദാറ്റ് മീൻസ് 0.00451 എന്ന് പറയുമ്പോൾ അതിന് mm² കൺവേർട്ട് ചെയ്താൽ ഇൻറ്റു 1000 ദാറ്റ് ഈസ് 451 mm² ഏരിയ ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന ലോഡ് പ്രകാരം. നമ്മളിപ്പോ കൊടുത്ത ചുമ്മാ ഒരു അസ്യൂം ചെയ്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളല്ല, ആക്യുറേറ്റ് ആയിട്ട് ഒരു ബിൽഡിംഗിൽ വരുന്ന രീതിയിലല്ല. അപ്പൊ അതില് ഇപ്പം വന്നിരിക്കുന്നത് 0.00304 എന്ന് പറയുന്ന 451 എന്ന് പറയുന്ന മീറ്റർ സ്ക്വയറിലാണ്. അത് mm²ലാക്കിയ 451 mm² റീഇൻഫോഴ്സ്മെന്റ് ഇതിൽ ഈ ഒരു സൈസിൽ വരുന്ന ബീമിൽ മാക്സിമം റിക്വയർഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെല്ലാം സെയിം സൈസിൽ വരുന്ന ബീം ആണെങ്കിൽ എല്ലാം അത് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പല സൈസുകളിലെ ബീം ഉണ്ടെങ്കിൽ ഓരോ സൈസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം റീഇൻഫോഴ്സ്മെന്റ് എത്രയാണെന്ന് നോക്കിയിട്ട് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ അതായത് ഓരോ ടൈപ്പ് ആയിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യും.
ഗ്രൂപ്പ് ചെയ്തിട്ട് ഇപ്പൊ ടൈപ്പ് എ എന്ന് പറയുന്ന ബീമിന്റെ സൈസ് 0.25/50 ആണെങ്കിൽ അതിന്റെ ലെങ്ത് ഇപ്പോൾ 5 മീറ്റർ ആണെങ്കിൽ അത് ഒരു ടൈപ്പ് ആക്കി വെക്കും. ഇനി അതിന്റെ ലെങ്ത് ചേഞ്ച് ചെയ്യുന്നു, ക്രോസ് സെക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തൊരു ടൈപ്പ് ആക്കി വെക്കും, ടൈപ്പ് ബി ആക്കി വെക്കും. അങ്ങനെ ഓരോ ടൈപ്പ് ആക്കി വെച്ചിട്ട് ഓരോ ടൈപ്പിലും മാക്സിമം വരുന്ന ഏരിയ എത്രയാന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ആ എല്ലാ ഗ്രൂപ്പിനും ഒരേപോലെ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. ഇനിയിപ്പോ ഇവിടെ ടോപ്പ് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് ഏരിയ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതും ഇതുപോലെ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. ഫ്രം ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ 903 mm² ആണ് മാക്സിമം വരുന്നത്, 903 mm². ഓക്കെ, അതായത് 0.000903 m² കറസ്പോണ്ടിങ് ആണ് മാക്സിമം വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ബീമിന് സെയിം എല്ലാം പ്രൊവൈഡ് ചെയ്യും. അതുപോലെ ഷിയർ റീഇൻഫോഴ്സ്മെന്റിന്റെ ഏരിയ, അതായത് 1 മീറ്ററിൽ നമുക്ക് അതും ഒന്ന് മാക്സിമം എടുത്ത് നോക്കാം എത്രയാണ് വരുന്നത് എന്നുള്ള. ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് ഞാൻ സോർട്ട് ചെയ്യാം. എക്സ്പാൻഡ് ദ സെലക്ഷൻ, അതും 0.000322, അതായത് 322 mm² വരണം 1 മീറ്ററിൽ. 1 മീറ്റർ ലെങ്ത്തിൽ ഇത്രയും ഏരിയ ഇതിന്റെ അകത്ത് വരണം എന്നുള്ള രീതിയിലാണുള്ളത്. ഓക്കെ, ഷിയർ റീഇൻഫോഴ്സ്മെന്റ്. അപ്പം ഈ രീതിയിലാണ് ബീമിന്റെ നമ്മൾ പ്രാക്ടിക്കലി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ വാല്യൂസ് ഒന്നും കൃത്യമായിട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു റിസൾട്ട് വന്നത്. ഇത് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിസൾട്ട്സ് എടുക്കുന്നത്. ഓക്കെ, ഇനി കോളത്തിന്റെ ഏരിയ നമ്മൾ എടുക്കാനായിട്ട് കോളത്തിൻ്റെ ഇതാണ്. അത് സെലക്ട് ചെയ്യുമ്പോൾ ഇതിൽ പല കോളത്തിന്റെ സൈസുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. നമ്മൾ കൊടുത്തിരിക്കുന്ന കോളത്തിന്റെ എല്ലാ സൈസുകളും പല സ്ഥലത്തുള്ള കോളങ്ങളുമാണ് ഉള്ളത്. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ PMM ഏരിയ എന്ന് കാണാം. PMM ഏരിയ എന്ന് പറയുമ്പോൾ നമ്മളെ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റിന്റെ ഏരിയ ആണ്. അപ്പൊ അത് സെലക്ട് ചെയ്യുക. ഒന്ന് നമുക്ക് സോർട്ട് ചെയ്ത് നോക്കാം. ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരേണ്ടത് വലിയൊരു ഏരിയ വരുന്നുണ്ട്. നമ്മൾ കൊടുത്തിരിക്കുന്ന ക്രോസ് സെക്ഷൻ കുറച്ച് കുറവാണ്, കുറച്ചും കൂടി ക്രോസ് സെക്ഷൻ കൂടുതലായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. 15,866 mm² ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി, കുറച്ചും കൂടി ഒന്ന് കോളത്തിന്റെ സൈസ് ഇൻക്രീസ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ കുറച്ചും കൂടി റിക്വയർഡ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് ഏരിയ കുറയും. എന്നിട്ട് അതിനനുസരിച്ച് കൊടുക്കാം. ഓക്കെ, ഇത് ഇവിടെ ഫെയിൽ ആയി, നമ്മൾ 3 കോളംസ് ഫെയിൽ ആയിട്ടുണ്ടല്ലോ, അല്ല സോറി, ഒരു കോളം ഫെയിൽ ആയിട്ടുണ്ടല്ലോ. ആ കോളം തന്നെയാണ് അതിന്റെ ഡിഫറെന്റ് ഹൈറ്റിലുള്ള കാര്യങ്ങളാ 0, 1.75, 3.5 3 ഹൈറ്റുകളിൽ കാണിച്ചിരിക്കുക. ദ റിക്വയർഡ് കോളം ഫ്ലെക്സർ റീഇൻഫോഴ്സ് എക്സീഡിംഗ് മാക്സിമം ലിമിറ്റ്. അപ്പൊ ഇത് ഫെയിൽ ആയതാണ് കേട്ടോ. അപ്പൊ അതെന്ത് ചെയ്യണം, സൈസ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. മറ്റുള്ള കോളംസ് ഫെയിൽ ആയിട്ടില്ല, ബാക്കിയുള്ള എറർ മെസ്സേജുകളൊന്നുമില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാം. എന്നാൽ ഇത് കറസ്പോണ്ടിങ് ആയിട്ട് ഇത്രയും ഏരിയ കുറച്ച് കൂടുതലാണ്. അപ്പൊ സൈസ് ഒന്ന് എന്ത് ചെയ്യണം, കൂട്ടിയിട്ട് നമ്മൾ കൊടുക്കണം. അപ്പൊ അതിനനുസരിച്ചിട്ട് ഏരിയ പിന്നെയും കുറഞ്ഞു വരും. കോൺക്രീറ്റിന്റെ സെക്ഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ വരുന്നതിൽ കുറവ് വരും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കോളത്തിലെ റീഇൻഫോഴ്സ്മെന്റിന്റെ ഏരിയ നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ ഈ രീതിയിലാണ് മെയിൻ ലോഞ്ചിറ്റ്യൂണൽ ബാറിന്റെ ഏരിയ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഇതിന്റെ അകത്ത് ഒരു 6000 mm² കിട്ടിയെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ ഇതിൽ ഒരു 6000 mm² നമുക്ക് കോളത്തിന്റെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇവിടെ താഴോട്ട് വരുമ്പോൾ കോളത്തിന്റെ സൈസുകൾ കുറഞ്ഞിട്ടുണ്ട്. ഒരു 6000 mm² വരുന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പം 32ന്റെ ബാർ ആണെങ്കിൽ π × 32² / 4. ഓക്കെ, ഒരു ബാറിന്റെ ഏരിയ കിട്ടും. അപ്പൊ ഈ 6000 ഡിവൈഡഡ് ബൈ ഈ ഒരു വാല്യൂ ചെയ്യുമ്പോൾ എത്ര നമ്പർ ഓഫ് ബാർസ് കൊടുക്കണം എന്നുള്ളത് കിട്ടും. 8 നമ്പർ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ബാർ കൊടുക്കണം. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കോളത്തിലെ ഏരിയ ഓഫ് ബാർസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ രീതിയിലാണ് കോളത്തിന്റെ ഏരിയ നമ്മൾ എടുക്കുന്നത്. അതുപോലെ ഇതിൽ റീഇൻഫോഴ്സ്മെന്റ്, അതായത് ലാറ്ററൽ ടൈസിന്റെ ഡീറ്റെയിൽസ് ആണിത്. ലാറ്ററൽ ടൈസിന്റെ വാല്യൂസ് വേണമെങ്കിൽ നമുക്കൊന്ന് സോർട്ട് ചെയ്ത് നോക്കാം. ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്. ഓക്കെ, അപ്പൊ അതിലും ഇത് തന്നെയാണ് 554 mm² ആണ് 1 മീറ്ററിൽ. ഓക്കെ, 1 മീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് 554 mm², അല്ലെങ്കിൽ 1 മീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് 0.00554 m² റീഇൻഫോഴ്സ്മെന്റ് വേണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ആസ് പെർ IS 456 കൊടുത്താൽ മതി. ഏത് ഡയന്റെ വേണം, സ്പേസിംഗ് എത്ര കൊടുക്കണം എന്നുള്ള രീതി കൊടുത്താൽ തന്നെ ഓക്കെ ആയിക്കോളാം. അതിന് പ്രത്യേകിച്ച് സിഗ്നിഫിക്കൻസ് ഇല്ല. കോളത്തിന്റെ ബൈ ആക്സിൽ ബെൻഡിങ് എല്ലാം കൺസിഡർ ചെയ്തിട്ടുള്ള ഏരിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഡിസൈനിന്റെ ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഏരിയ, ബീം ആൻഡ് കോളംസ് നമുക്ക് കൃത്യമായിട്ട് ഇതിന്റെ അകത്തുനിന്ന് കിട്ടും. നമുക്കിപ്പോ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ കാണിക്കേണ്ടത് ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ആൻഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രം കാണിക്കണം. വാല്യൂ എടുത്തിരിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞതൊന്ന് ഓർത്തിരിക്കണം. ഇൻ കേസ് അത് ചോദിക്കുകയാണെങ്കിൽ അത് പറയാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ രീതിയിൽ എടുക്കുക. അപ്പൊ ഞാൻ എടുക്കുന്ന ഒന്നും കൂടെ പറയാം. ഇതിൽ ഡിസ്പ്ലേ എടുക്കുക. ഡിസ്പ്ലേ എടുത്തിട്ട് ഷോ ടേബിൾസ് എടുക്കുക. ഷോ ടേബിൾസ് എടുത്തിട്ട്
ഡിസൈൻ ഡാറ്റ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വാല്യൂ ആ കറസ്പോണ്ടിങ് ടേബിൾ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആയി വരും. ഇവിടെ കോളം ഉണ്ട്, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മീബിന്റെ ഡീറ്റെയിൽസും കിട്ടും. അതെന്ത് ചെയ്താൽ മതി, എക്സ്പോർട്ട് കറന്റ് ടേബിൾ അല്ലെങ്കിൽ എക്സ്പോർട്ട് ഓൾ ടേബിൾ ടു എക്സൽ കൊടുത്തിട്ട് നമുക്ക് സോർട്ട് ചെയ്തെടുക്കാം. ഇവിടുന്ന് തന്നെ സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ ഇവിടുന്ന് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിന്റെ അനാലിസിസ് റിസൾട്ട് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ ഷോ ടേബിൾസിൽ ഡിസൈൻ ഒഴിവാക്കാം. ഡിസൈൻ വേണ്ടാന്നുണ്ടെങ്കിൽ ഡിസൈൻ ഒഴിവാക്കിയിട്ട് അനാലിസിസ് റിസൾട്ട്സ് എടുക്കാം. അത് ഓക്കെ കൊടുക്കാം. അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പല ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ബേസ് റിയാക്ഷൻസ്, അതിന്റെ മൊമെന്റ്സ്, കാര്യങ്ങളൊക്കെ കിട്ടും. അതെന്ത് ചെയ്താൽ മതി, ഇവിടെ എക്സ്പോർട്ട് ഓൾ ടേബിൾസ് ടു നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓരോ കേസസ് ബേസ് റിയാക്ഷൻസ് ഉണ്ട്. ബോട്ടത്തിൽ വരുന്ന മാക്സിമം റിയാക്ഷൻ 54,328 ആണ് ബോട്ടത്തിൽ വരുന്ന കിലോന്യൂട്ടൺ ആണ് റിയാക്ഷൻ. അതുപോലെ പല ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ എലമെന്റ് ഫോഴ്സസ് ഫ്രെയിംസ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഫ്രെയിമിന്റെ കോളം ആൻഡ് ബീമിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് മാക്സിമം മൊമെന്റ് വരുന്നത് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സോർട്ട് ചെയ്യാം, ഫിൽറ്ററും ചെയ്യാം. ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഇവിടെ ഫിൽറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഓരോന്നിലും നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ ഓരോ ഏത് മാത്രം വേണം, ഇപ്പം മെമ്പറിന്റെ പേരോ അല്ലെങ്കിൽ ഇതാ ഇവിടെ ഇപ്പം ഔട്ട്പുട്ട് കേസ്, ഡിസൈൻ കേസ് മാത്രമുണ്ട്. വേറെ കേസുകൾ ഉണ്ടെങ്കിൽ ഡിസൈൻ കേസിന്റെ മാത്രം നമുക്ക് സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. അതുപോലെ ലോഡുകളിലെ വാല്യൂസ്, ഓരോ കറസ്പോണ്ടിങ് വാല്യൂസ് ഉള്ള കോളംസ് അതൊക്കെ വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. അതുപോലെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂസ് നമുക്ക് ഓരോ വാല്യൂസ് സെപ്പറേറ്റ് ഏത് വാല്യൂ വേണം എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് ഓരോന്നും നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. കുറെ വാല്യൂസ് ഉണ്ടെങ്കിൽ ഇപ്പൊ എല്ലാം ഞാൻ കൊടുത്തിരിക്കുന്ന ഒരൊറ്റ ലോഡ് കേസ് മാത്രമാണ്. അപ്പൊ അതിന് ആ ലോഡ് കേസ് മാത്രം സെലക്ട് ചെയ്യാം. ഇല്ല വേറെ ലോഡ് കേസുകൾ ഇതിലുണ്ടെങ്കിൽ അത് മാത്രം ടിക്ക് ചെയ്തിട്ട് അതിന്റെ വാല്യൂസ് മാത്രം കാണാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ M3 എന്ന് പറയുന്നത് നമ്മുടെ ബീമിന് വരുന്ന മൊമെന്റ് ആണ്. അതിൽ വരുന്ന മാക്സിമം ലാർജസ്റ്റ് സ്മോളസ്റ്റ് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം മൊമെന്റ് ഇപ്പൊ 44.2597 കിലോമീറ്റർ മീറ്റർ ആണ് മാക്സിമം വരുന്ന ബെൻഡിങ് മൊമെന്റ്. അതുപോലെ ഷിയറിന്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഷിയർ അല്ലെങ്കിൽ ആക്സിൽ ഫോഴ്സിന്റെ വാല്യൂ മാക്സിമം നോക്കിക്കഴിഞ്ഞാൽ കോളത്തിൽ വരുന്ന മാക്സിമം ഫോഴ്സ് നമുക്ക് കിട്ടും. ആക്സിൽ ഫോഴ്സ് ഓക്കെ. ഇതിൽ താഴോട്ടായതുകൊണ്ട് നമുക്ക് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് എടുക്കാം. ഓക്കെ, 3000 സംതിങ് വരുന്നുണ്ട് ഇവിടെ. 3129 കിലോ ന്യൂട്ടൺ ആണ് മാക്സിമം ഇതിൽ വരുന്ന ആക്സിയൽ ഫോഴ്സ് കോളത്തിലേക്ക് വരുന്ന. അപ്പോൾ ഇതൊക്കെ കോളത്തിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കോളം ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ആക്സിയൽ ഫോഴ്സും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് നോക്കാം എത്രയാണ് ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് വരുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് നമ്മൾ ഡിസൈൻ്റെ ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞാൽ ഡിസൈന് നമുക്ക് വാല്യൂസ് നമുക്ക് എടുക്കാൻ പറ്റും, റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാ എടുക്കുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എടുക്കുന്നത് ഈ രീതിയിലാണ്. നമ്മൾ ഷോ ടേബിൾസ് എടുക്കുക, അതായത് ഡിസ്പ്ലേയിൽ ഷോ ടേബിൾസ് എടുത്തിട്ട് നമുക്ക് ഡിസൈൻ ഔട്ട്പുട്ട് ആണോ അനാലിസിസ് റിസൾട്ട് ആണോ വേണ്ടതെന്ന് നോക്കിയിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ടേബിൾ അവിടെ സ്ക്രീനിൽ വരും. അത് നമുക്ക് എക്സൽ ആയിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് സോർട്ട് ചെയ്ത് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും വാല്യൂസ് ആവശ്യമായിട്ടുള്ള. അത് നമുക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് ഒരു മൾട്ടി സ്റ്റോറീഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്തത് ഇതിൻ്റെ പ്ലാനിനനുസരിച്ച് ഗ്രിഡ് സെറ്റ് ചെയ്തു. അതിൽ നമ്മൾ പ്ലോട്ട് ചെയ്തു. പ്ലോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വേണ്ടതായിട്ടുള്ള സെക്ഷൻസും മെറ്റീരിയൽസും ലോഡുകളൊക്കെ ഡിഫൈൻ ചെയ്തു. ഡിഫൈൻ ചെയ്തതിന് ശേഷം ആ ഡിഫൈൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇതിലേക്ക് അസൈൻ ചെയ്യണം. അപ്പോൾ സെലക്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾ ലോഡാണെങ്കിലും സെക്ഷൻസ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഇതിലേക്ക് അസൈൻ ചെയ്തു.
അസൈൻ ചെയ്തിട്ട് അനലൈസ് ചെയ്തു, നമ്മൾ എടുത്തിരിക്കുന്ന ലോഡ് കേസ് വെച്ച് അനലൈസ് ചെയ്തു, എന്നിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തു. ഡിസൈൻ ചെയ്തപ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്തപ്പോൾ ഒരു മെമ്പറിൽ പ്രശ്നമുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, അൺലോക്ക് ചെയ്തിട്ട് സെക്ഷൻ മാറ്റി നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് അത് സേഫ് ആക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എക്കണോമിക്കൽ ആക്കുന്ന കേസ് ഞാൻ പറഞ്ഞിരുന്നു. ഇതിനേക്കാളും ഇപ്പൊ സേഫ് ആണ് മൊത്തത്തിൽ കിട്ടിയിട്ടുള്ളതെങ്കിൽ അതിനേക്കാളും കുറഞ്ഞ സൈസിൽ നിങ്ങൾക്ക് കോളം ആൻഡ് ബീമും കൊടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സേഫ് ആവുന്നുണ്ടോ എന്നുള്ളത്. സേഫ് ആവുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എക്കണോമിക്കൽ ആയിട്ട് കിട്ടും. വീണ്ടും കുറച്ചിട്ട് ഒന്നും കൂടി ചെയ്ത് നോക്കാം എവിടെ ഏത് സെക്ഷൻ കൊടുക്കുമ്പോഴാണ് അത് ഫെയിൽ ആവുന്നത്. അതിന്റെ തൊട്ട് മേലെയുള്ള ഡയമെൻഷനുള്ള കോളംസ് ആൻഡ് ബീം വെച്ചിട്ട് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. എക്കണോമിക്കൽ ആൻഡ് അതുപോലെ തന്നെ സേഫും ആയിരിക്കണം. ആ രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും വാല്യൂസ്.